ഫൈനലി ഈ ആളിനെ സംബന്ധിച്ച് പലരും പറഞ്ഞു കേട്ട് എന്നാ പിന്നെ പുസ്തകം വായിച്ചു കളയാം എന്ന് തന്നെ തീരുമാനിച്ച് ഞാൻ ആ പുസ്തകം വായിക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞതുപോലെ ഭാഷ വളരെ കട്ടിയുള്ളൊരു ഭാഷയാണ്. ഡിക്ഷണറി എടുത്ത് വെച്ചുകൊണ്ട് തന്നെ വായന തുടങ്ങി. അങ്ങനെ ആ പുസ്തകം മൊത്തം ഞാൻ വായിച്ചു. അപ്പോൾ എനിക്ക് തോന്നി, ഒരു 25 വർഷം മുമ്പ് ഞാൻ ഈ പുസ്തകം വായിക്കേണ്ടിയിരുന്നു എന്ന്. ഞാൻ ഒരു ലീഡറാണ്. സ്വാഭാവികമായി തന്നെ ജന്മസിദ്ധമായി തന്നെ കുറെ നേതൃത്വ കഴിവുകൾ ദൈവം നൽകിയിട്ടുള്ള ഒരു ലീഡർ. എങ്കിലും പുസ്തകം വായിച്ചപ്പോഴാണ് നേതൃത്വം എത്രമാത്രം വികസിപ്പിക്കാൻ പറ്റും, വളർത്താൻ പറ്റും എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു ഏകദേശ ചിത്രം എനിക്ക് ലഭിച്ചത്. അപ്പൊ അങ്ങനെ ആ പുസ്തകം മൊത്തം ഞാൻ വായിച്ചു, നോട്ടുണ്ടാക്കി, പഠിപ്പിക്കാൻ തുടങ്ങി. ഞാൻ ബൈബിൾ സ്കൂളിൽ പഠിച്ച കാലം കുറെ ഏറെ ലീഡേഴ്സ് ദൈവസഭയ്ക്ക് പുറത്തു വന്ന ഒരു കാലമാണ്. ഇന്ത്യയിലെ അസംബ്ലീസ് ഓഫ് ഗോഡ് പ്രസ്ഥാനത്തിന്റെ പല നേതാക്കന്മാരും എൻ്റെ സമകാലികരായി ബൈബിൾ സ്കൂളിൽ പഠിച്ചവരാണ്. കുറേയേറെ വർഷങ്ങൾ ഞാനൊരു ബൈബിൾ കോളേജിലെ പുനലൂർ അധ്യാപകനായി പ്രവർത്തിച്ചു. അപ്പൊ അങ്ങനെ ഈ പ്രവർത്തിച്ച കാലത്ത് അവസാനം ഞാൻ ഇതൊക്കെ നോക്കിയിട്ട് വേണ്ടത്ര ലീഡർഷിപ്പുള്ള ആളുകൾ പുറത്തു വരുന്നില്ല എന്ന ഒരു വിഷമം എനിക്ക് തോന്നി, എത്ര ശ്രമിച്ചിട്ടും. അപ്പൊ എനിക്ക് തോന്നി, എന്താണ് ഈ പഠിപ്പീരെല്ലാം പഠിപ്പിച്ചിരുന്ന കാര്യം. അപ്പൊ അങ്ങനെ എനിക്ക് വാസ്തവത്തിൽ ഒരു കൈൻഡ് ഓഫ് നിരാശ തന്നെ തോന്നി. കാരണം ഞങ്ങളുടെ ആ കാലത്ത് കുറേയേറെ നേതാക്കന്മാർ പുറത്തു വന്നു, സഭയിൽ അവർ നേതൃത്വത്തിൽ എത്തിച്ചേർന്നു. ഇപ്പൊ എന്തുകൊണ്ടത് സംഭവിക്കുന്നില്ല? ഈ സഭാ മണ്ഡലത്തിൽ തന്നെ പലപ്പോഴും എൻ്റെ മനസ്സിനെ അലട്ടുന്ന ഒരു കാര്യമാണ്, വേണ്ടത്ര പ്രാപ്തിയുള്ള നേതാക്കന്മാർ സഭയുടെ ഓരോ മണ്ഡലങ്ങളിൽ നമുക്ക് ഈ പെന്തിക്കോസ്ത് ലോകത്തിൽ അധികമില്ല എന്ന ഒരു ചിന്ത. പല ആളുകളെ പല കാര്യത്തിന് ഏൽപ്പിക്കുന്നു, എന്നിട്ട് എന്തെല്ലാം ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു കൊടുക്കുന്നു. എന്നിട്ടും നല്ലൊരു പങ്ക് ആളുകൾക്കും അവരെ ഏൽപ്പിച്ച കാര്യത്തിൽ എന്ത് നിവർത്തിക്കണമെന്നതിനെ സംബന്ധിച്ച് ചിന്തിക്കാനോ അതിനെക്കുറിച്ച് ആലോചനകൾ പറയാനോ നടപ്പാക്കാനോ പറ്റുന്നില്ല എന്നുള്ളത് വളരെ വിഷമം തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്. ഏതായാലും പെന്തിക്കോസ്ത് ലോകത്തിൽ ഒരു നേതൃത്വ ക്രൈസിസ്, അതിൻ്റെ ഒരു ശരിയായ നേതൃത്വം ഇല്ലാത്തതിൽ എന്ന് ഞാൻ പറഞ്ഞാൽ, നേതൃത്വം ഇല്ലെന്നല്ല എങ്കിലും വളരുന്ന ഒരു നേതൃത്വത്തിന്റെ അഭാവം എന്നത് ഒരു യാഥാർത്ഥ്യമാണ് എന്നാണ് ഞാൻ കണ്ടിട്ടുള്ളത്. മറുഭാഗത്ത് ആളുകൾ ഇങ്ങനെ എപ്പോഴും ആക്ഷേപം പറയും, നേതാക്കന്മാരെ ആരെയും വളർത്തുന്നില്ല, യൗവനക്കാരെ വളർത്തുന്നില്ല എന്നൊക്കെയുള്ള ആക്ഷേപം സ്ഥിരം കേൾക്കുന്ന ഒരാക്ഷേപമാണ്. അതിന് ഒരു പരിധി വരെ ശരിയായിരിക്കാം. എന്നാലും വാസ്തവത്തിൽ അതാണോ അതിൻ്റെ സത്യം എന്നുള്ളതും നാം ഒന്ന് പരിശോധിക്കേണ്ടതാണ്. ഏതായാലും ഏറ്റവും വലിയ നേതാവ് കർത്താവായ യേശു ക്രിസ്തുവാണ്.
അവിടുത്തെ നേതൃത്വം ശരിക്കും അങ്ങോട്ട് മനസ്സിലാക്കാൻ വെളിപ്പാട് തന്നെ വേണം. അപ്പൊ ആ വലിയ നേതാവ്, ലോക നേതാവ്, സകല കാലത്തേക്കുമുള്ള അഖിലാണ്ടത്തിന്റെ മൊത്തം നേതാവ് സ്ഥാപിച്ച ഏറ്റവും മഹത്തരമായ സ്ഥാപനമാണ് യേശുക്രിസ്തുവിന്റെ സഭ. നിത്യമായ പദ്ധതിയിൽ നിത്യമായ പരിപാടികളോടുകൂടി സ്ഥാപിക്കപ്പെട്ട ദ മോസ്റ്റ് പവർഫുൾ എൻറ്റിറ്റി ഇൻ ദ വേൾഡ്, ഏറ്റവും ശക്തമായ സംഘമാണ് യേശുക്രിസ്തുവിന്റെ സഭ. ഇത് മാത്രമല്ല, ഈ സഭയുടെ പക്കൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ദൈവവചനം എന്ന വിത്ത് സുവിശേഷത്തിന്റെ ഭാഷയിൽ വളരെ ശക്തിമത്തായ വിത്താണ്. ഏത് ദേശത്തും കിളിർക്കുന്ന വിത്താണ്. യേശുക്രിസ്തുവിന്റെ ഭാഷയിൽ കടുകുമണിയോട് സദൃശ്യം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊരു വലിയ വൃക്ഷമായി പക്ഷികൾ വന്നതിന്റെ കൊമ്പിൽ പാർക്കത്തക്കവണ്ണം അത് വളരുന്നു, വളരെ ചെറിയ മണിയാണെങ്കിൽ. അതുപോലെ പുളിച്ച മാവിനോട്, ഈസ്റ്റിനോട് ഇതിനെ ഉപമിച്ചിട്ടുണ്ട്. അപ്പൊ ഈസ്റ്റ് മാവിൽ കലർത്തി വെച്ചാൽ മാവ് പുളിക്കുന്നു, വർദ്ധിക്കുന്നു. ചിലപ്പോഴൊക്കെ നമ്മുടെ വീട്ടില് ഒരു പാത്രത്തിൽ മാവെടുത്ത് അതിനകത്ത് സോഡാപ്പൊടി ഇട്ട് വെച്ച് രാവിലെ ചില ദിവസങ്ങളിൽ അത് കവിഞ്ഞ് പുറത്തു പോയിരിക്കുന്നതും കണ്ടിട്ടുണ്ടാവാം. അപ്പൊ അത് ഈ മാവിനെ പുളിപ്പിക്കാൻ വളരെ ശക്തിയുള്ളതാണ്, വർദ്ധിപ്പിക്കുന്നതാണ്. അപ്പൊ അങ്ങനെയാണ് വചനത്തിന്റെ ശക്തിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ വളരെ ശക്തിമത്തായ ഈ വചനവും ദൈവത്തിന്റെ സഭയ്ക്ക് കൊടുത്തിരിക്കുന്നു. എന്നാൽ ഈ സഭ വളരേണ്ടതുപോലെ വളരുന്നുവോ, പ്രവർത്തിക്കേണ്ടതുപോലെ പ്രവർത്തിക്കുന്നുവോ എന്നുള്ളത് ഒരു ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു പ്രധാന കാര്യമാണ്. ആദിമ സഭയുടെ വളർച്ച പോലൊരു വളർച്ച ഇന്നത്തെ ലോകത്തിലില്ല എന്ന് നാം സമ്മതിച്ചു. അപ്പോസ്തലിക കാലത്ത് കേവലം ഒരു 10-30 പരം വർഷം കൊണ്ട് ഇന്നത്തെ യാതൊരു യാത്രാ സൗകര്യങ്ങളോ വാർത്താവിനിമയ സൗകര്യങ്ങളോ ഒന്നുമില്ലാത്ത കാലത്ത് അന്നറിയപ്പെട്ട ലോകം മുഴുവൻ ഈ സുവിശേഷം എത്തിച്ചു, ആളുകൾ എത്തിച്ചു. ഏത് പീഡയുടെ നടുവിൽ പോലും ഒരു കാരണവശാലും തോൽപ്പിക്കപ്പെടാതെ ശക്തിയോടെ മുന്നേറി. അപ്പൊ അതിന് തക്ക നേതൃത്വവും ദൈവം അവിടുത്തെ സഭയ്ക്ക് നൽകിയിരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ പണ്ഡിതന്മാരെ വിളിച്ചല്ല ഇത് ഏൽപ്പിച്ചത്, വെറും സാധാരണക്കാരായ മനുഷ്യർ. പക്ഷെ ദൈവത്തിന്റെ കൃപയോടുകൂടിയുള്ള അവരുടെ പ്രവർത്തനം ലോകം മുഴുവൻ ഇത് വ്യാപിക്കുവാൻ, ലോകത്തെ സ്വാധീനിക്കുവാൻ പറ്റിയ ശക്തിമത്തായ ഒന്നായിട്ടാണ് നിലകൊണ്ടത്. ലോകത്തിലെ ഏറ്റവും വലിയ സമൂഹമാണ് യേശുക്രിസ്തുവിന്റെ സഭ. അപ്പൊ ഈ സഭ ഇന്നും അതിന്റെ മഹത്വത്തോടെ വളരേണ്ടതും നിലനിൽക്കേണ്ടതുമാണ്. ഞാൻ ഈ ക്രിസ്തീയ സമൂഹത്തെ സംബന്ധിച്ച്, പെന്തക്കോസ്ത് സമൂഹത്തെ സംബന്ധിച്ച് പറയുമ്പോൾ പറയേണ്ടത് എനിക്ക് തോന്നിയ ഒന്ന് രണ്ട് കാര്യം കൂടി. നമ്മുടെ ഉപദേശങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട ഉപദേശമാണ് 1 പത്രോസ് 2-ാം അധ്യായത്തിന് 9-ാം വാക്യത്തിന്റെ വെളിച്ചത്തിൽ എല്ലാ ദൈവജനത്തിന്റെയും പൗരോഹിത്യം, ദ പ്രീസ്റ്റ്ഹുഡ് ഓഫ് ഓൾ ബിലീവേഴ്സ്, അത് നമ്മുടെ വിശ്വാസത്തിന്റെ ഒരു ഭാഗമാണ്. പല സത്യമാണ്. അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് ദൈവം കൊണ്ടുവന്ന എല്ലാവരെയും, സുവിശേഷ നിമിത്തം ദൈവത്തിന്റെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്ന എല്ലാവരെയും ദൈവം രാജ്യവും പുരോഹിതന്മാരും ആക്കി തീർത്തിരിക്കുന്നു.
അപ്പൊ അങ്ങനെ സകല വിശ്വാസികളുടെയും പൗരോഹിത്യം എന്ന് നാം പറയുന്ന ഈ ഉപദേശം പെന്തിക്കോസ്ത് ബ്രദറൻ സഭകൾ ശക്തമായി പറയുന്നു. വേറെ ചില സമൂഹങ്ങളും പറയുന്നുണ്ടെങ്കിലും നമ്മൾ പറയുന്നതിന് ഇത്രയും തറപ്പിച്ച് അത് പറയുന്നില്ല. പക്ഷെ അത് നമ്മൾ പറയുമ്പോൾ തന്നെ അതിന്റെ ശരിയായ അർത്ഥം എന്താണ്, ചിത്രം എന്താണ് എന്ന് വിശദീകരിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്നത് ഒരു ചോദ്യമാണ്. അപ്പൊ ആളുകളുടെ ചിന്ത, എല്ലാവരും രാജകീയ പുരോഹിതന്മാർ, എല്ലാ വിശ്വാസികളും രാജകീയ പുരോഹിതന്മാർ, പാസ്റ്റർമാരും രാജകീയ പുരോഹിതന്മാർ. അപ്പൊ പിന്നെന്താണ് വ്യത്യാസം? അതുകൊണ്ട് തന്നെ ഈ ശുശ്രൂഷയുടെ മാന്യത വേണ്ടത്ര പലപ്പോഴും ഈ പെന്തിക്കോസ്ത് ലോകത്തിൽ കാണുന്നില്ല എന്ന് തന്നെ ഒരു തരത്തിൽ പറയാം. തീരെയില്ലെന്നല്ല, എങ്കിലും അർഹിക്കുന്ന തരത്തിൽ. കാരണം ഈ കാര്യം വേണ്ട തരത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ, വിശദീകരിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് ഒരു പരിധി വരെ പറയേണ്ടിയിരിക്കുന്നു. എന്താണ് ഇതിന്റെ വ്യത്യാസം? എഫെസ് ലേഖനത്തിൽ 4-ാം അധ്യായത്തിന്റെ 11 മുതലുള്ള വാക്യങ്ങൾ നാം പരിശോധിക്കുമ്പോൾ എല്ലാ വിശ്വാസികളുടെയും പൗരോഹിത്യത്തെ സംബന്ധിച്ച് വേദപുസ്തകം തറപ്പിച്ച് പറയുമ്പോൾ തന്നെ ദൈവം തന്റെ സഭയ്ക്ക് ശുശ്രൂഷകരെ നൽകിയിരിക്കുന്നു എന്ന് തിരുവെഴുത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നു. അവൻ ചിലരെ അപ്പോസ്തലന്മാരായും, ചിലരെ പ്രവാചകന്മാരായും, ചിലരെ സുവിശേഷകന്മാരായും, ചിലരെ ഇടയന്മാരായും, ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചിരിക്കുന്നു. അപ്പൊ 5 വിധ ശുശ്രൂഷകൾ. ഒത്തിരി വിശദീകരിക്കാൻ നേരമില്ല, ചുരുക്കമായിട്ടാണ് ഞാൻ കാര്യങ്ങൾ പറയുന്നത്. അപ്പോസ്തലന്മാർ എന്ന ഒരു കൂട്ടരെ, പ്രവാചകന്മാർ എന്ന വേറൊരു കൂട്ടരെ, സുവിശേഷകന്മാർ എന്ന വേറൊരു കൂട്ടരെ, പാസ്റ്റേഴ്സ് അല്ലെങ്കിൽ ഇടയന്മാർ എന്ന വേറൊരു കൂട്ടരെ, ഉപദേഷ്ടാക്കന്മാർ എന്ന വേറൊരു കൂട്ടരെ. ഇങ്ങനൊരു 5-fold മിനിസ്ട്രി ഇത് ദൈവം തന്റെ സഭയ്ക്ക് നിയമിച്ചിട്ടുണ്ട്. ഈ ശുശ്രൂഷാ മണ്ഡലങ്ങളെല്ലാം നമ്മൾ പലപ്പോഴും പറയാറില്ല. അതിൻ്റെ റോളുകളിലേക്കെല്ലാം പലപ്പോഴും പ്രവേശിക്കാറ് ഒരു ഭാഗികമായി പോകുന്നു എന്ന് പറഞ്ഞാലും അതിൻ്റെ ഒരു പൂർണ്ണ അളവിൽ ഇതെല്ലാം മനസ്സിലാക്കാതെ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് കരുതുന്നത് പാസ്റ്റർ ശുശ്രൂഷ എന്നതാണ്. അത് ഏറ്റവും പ്രധാനമാണ്, എല്ലാ സഭയ്ക്കും വേണ്ടതാണ്. പ്രവാചകന്മാരുടെയും ഒരു പരിധി വരെ ശുശ്രൂഷകൾ നമ്മൾ മനസ്സിലാക്കുന്നു, അംഗീകരിക്കുന്നു. മറ്റതൊക്കെ ഉണ്ട്, എങ്കിലും ഞാൻ പറഞ്ഞില്ല അതിന് അർഹിക്കുന്ന പ്രാധാന്യം കൊടുത്തില്ല. ഏതായാലും ഈ 5 വിധ ശുശ്രൂഷകൾ യേശുക്രിസ്തു അവിടുത്തെ സഭയ്ക്ക് കൊടുത്തു. അപ്പൊ എല്ലാവരും രാജകീയ പുരോഹിതന്മാരായിരിക്കും. പിന്നെ ഇവരുടെ റോൾ എന്താണ് എന്ന് അവിടെ പറയും. 4-ാം അധ്യായത്തിന്റെ 11 കഴിഞ്ഞിട്ട് 12 മുതലുള്ള വാക്യങ്ങളിൽ എന്തിനാണ് അവരെ നൽകിയിരിക്കുന്നത് എന്ന് നാം വായിക്കും. അത് നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലുള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിന്റെ സമ്പൂർണതയായ പ്രായത്തിന്റെ അളവും പ്രാപിക്കുവോളം വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്തിലുള്ള ശുശ്രൂഷയുടെ വേലയ്ക്കും ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ആത്മീക വർധനയ്ക്കും ആകുന്നു. ഒത്തിരി വാക്കുകളുണ്ട്, എല്ലാം വിശദീകരിക്കാതെ പ്രധാന ആശയം മാത്രം പറയുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ആത്മീക വർധനയ്ക്കാണ്. അതായത് ഈ സഭയിലെ അംഗങ്ങളുടെ ആത്മീക വർധനയ്ക്ക്. അത് ക്രിസ്തുവിന്റെ സമ്പൂർണതയായ പ്രായത്തിന്റെ അളവ് വരെ ആളുകൾ വളരണം. എന്ന് വെച്ചാൽ ക്രിസ്തു എത്രയും വളർന്നോ അത്രയും വളരണം. താഴോട്ട് വായിച്ചാൽ അങ്ങനെ നാം ഇനി മനുഷ്യരുടെ ചതിയാലും ഉപായത്താലും തെറ്റുകളെയും തന്ത്രങ്ങൾ കുടുങ്ങി പോകാൻ തൊക്കെ ഉപദേശത്തിന്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞുടലിന്ന് ശിശുക്കളായിരിക്കാതെ സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാൻ ഇടയാണ്. അപ്പൊ അങ്ങനെ വിശ്വാസികൾ സകലത്തിലും ക്രിസ്തു എന്ന തലയോളം വളർത്താൻ ഈ ശുശ്രൂഷകൾ നൽകപ്പെട്ടിരിക്കുന്നു. ജനത്തെ വളർത്താൻ, ക്രിസ്തു എന്ന തലയോളം വളർത്താൻ.
അപ്പൊ ഈ ജനത്തിന്റെ ഗുണത്തിലുള്ള അഭിവൃദ്ധി, ദ ക്വാളിറ്റേറ്റീവ് ഗ്രോത്ത്, ക്വാളിറ്റി, ഗുണത്തിൽ ഉള്ള വളർച്ച, മനുഷ്യരായ നമ്മൾ ക്രിസ്തു സ്വഭാവത്തിലെത്തി ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരണം. അതിനാവശ്യമായ എല്ലാം വേണം. ദൈവത്തെക്കുറിച്ച് പരിജ്ഞാനത്തിൽ വളരണം. ഉപദേശത്തിന്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞുടലുന്ന സ്ഥിതി ഉണ്ടാകരുത്. നല്ലപോലെ ഉപദേശത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി തീരണം. അങ്ങനെ എല്ലാ തരത്തിലും ഗുണത്തിൽ, അവരുടെ ക്വാളിറ്റിയിൽ ക്രിസ്തു എന്ന തലയോളം ആളുകളെ വളർത്താൻ വേണ്ടിയുള്ളതാണ് ഈ ശുശ്രൂഷകൾ. മലയാളത്തിൽ ഈ ആശയങ്ങൾ അത്ര വ്യക്തമല്ല. മറ്റ് ഭാഷാന്തരങ്ങൾ, ഗ്രീക്ക് ഉൾപ്പെടെയുള്ള മറ്റ് ഭാഷാന്തരങ്ങളിൽ അത് കുറെ കൂടെ അർത്ഥം വ്യക്തമാവും. എന്തിനാണ് ഇവരെ വളർത്തുന്നത്? ഇങ്ങനെ വളർത്തി കൊണ്ടിരുന്നതിന്റെ ഉദ്ദേശം എന്താ? എല്ലാവരും നല്ല പോലെ വചനമെല്ലാം അറിഞ്ഞ് അങ്ങ് മിടുക്കന്മാരായിട്ട് സ്വർഗത്തിൽ പോകാൻ വേണ്ടി ഒരുങ്ങിയിരിക്കാൻ വേണ്ടി മാത്രമല്ല. അവിടെ പറയുന്നത് 13-ാം വാക്യം പറയുന്നത് വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്തിലുള്ള ശുശ്രൂഷയുടെ വേലയ്ക്ക് എന്ന് പറയുമ്പോ ആക്ച്വലി ശരിക്കും പറഞ്ഞാൽ അതിന്റെ ശരിയായ അർത്ഥം to equip the saints for the work of ministry. ശുശ്രൂഷയുടെ വേലയ്ക്ക് വേണ്ടി വിശുദ്ധന്മാരെ പരിശീലിപ്പിച്ച് ഒരുക്കിയെടുക്കാൻ, ശുശ്രൂഷയുടെ വേലയ്ക്ക്. അപ്പൊ ഒരാൾ ശുശ്രൂഷ ചെയ്യുന്നതിന് പകരം, അല്ല 5 പേരുടെ ഈ ശുശ്രൂഷയ്ക്ക് പകരം വർത്തമാനമായ ശുശ്രൂഷ, സഭയിൽ എല്ലാവരും ശുശ്രൂഷ ചെയ്യുന്ന ഒരു സ്ഥിതി എന്ന് പറഞ്ഞാൽ എല്ലാവരും സഭായോഗം നടത്തണമെന്നോ എല്ലാവരും പ്രസംഗിക്കണമെന്നോ അല്ല ഇതിന്റെ അർത്ഥം. പക്ഷേ യേശുക്രിസ്തുവിന്റെ ശരീരത്തിലെ ഓരോ അവയവങ്ങളും അതാതിന്റെ നിലയിൽ പ്രവർത്തിക്കത്തക്കവണ്ണം അവരെ എക്വിപ്പ് ചെയ്യാൻ, അവരെ പരിശീലിപ്പിക്കാൻ, അവരെ വളർത്താൻ. അപ്പൊ അങ്ങനെ മൾട്ടിപ്ലൈഡ് മിനിസ്ട്രി, ശുശ്രൂഷ കൂടുതൽ പേരുടെ ശുശ്രൂഷയാവണം. ഒരാൾ ചെയ്യുന്നത് പകരം 100 പേര് ചെയ്താൽ അതിനെന്തുമാത്രം സ്പീഡ് ഉണ്ടാവും, വർധന ഉണ്ടാവും. അപ്പൊ അങ്ങനെ ആളുകളെ പരിശീലിപ്പിക്കുക എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു ദൗത്യം. അപ്പൊ അങ്ങനെ ഒരു കൂടുതൽ പേർ ശുശ്രൂഷയ്ക്ക് തയ്യാറായിരിക്കും. അല്ലാതെ ഒരു സഭയിൽ ഒരു പാസ്റ്റർ മാത്രം അധ്വാനിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിയല്ല. കൂടുതൽ പേർ. എന്നിട്ട് ഇതുകൊണ്ടെല്ലാം ഉദ്ദേശിക്കുന്ന കാര്യം എന്നത് നോക്കൂ, ശരീരം മുഴുവനും യുക്തമായി ചേർന്നു ഏകീഭവിച്ചു, ഓരോ അംഗത്തിന്റെ അതതിന് വ്യാപാരത്തിനൊത്തവണ്ണം ഉദവി ലഭിക്കാനുള്ള ഏത് സന്ധിയാലും സ്നേഹത്തിലുള്ള വർധനയ്ക്കായി അവനിൽ നിന്ന് വളർച്ച പ്രാപിക്കും. വേദഭാവത്തോട് സൂക്ഷ്മമായി കേട്ടോണം. ശരീരം മുഴുവൻ, യേശുക്രിസ്തു സഭയെ കുറിച്ച് പറയുകയാണ്, അത് സാദൃശ്യമാക്കി പറയുകയാണ്, മുഴുവനും യുക്തമായി ചേർന്നു ഏകീഭവിച്ചു. എല്ലാവരും ചേർന്നെടുത്ത് ചേർക്കണം എന്ന് മാത്രമല്ല, അത് ഏകീഭവിക്കണം. There should be unity in the body of Christ. അങ്ങനെ യുക്തമായി ചേർന്ന് ഏകീഭവിച്ച് സഭ ഒന്നിപ്പിച്ച് സകല ജനത്തെയും ഒന്നിച്ചു കൊണ്ടുവന്ന് ഓരോ അവയവങ്ങൾക്കുമുള്ള കഴിവുകൾ കണ്ടെത്തി പരിശീലിപ്പിച്ച് വളർത്തി ഒന്നിച്ചിട്ട് ശക്തിമത്തായ ഒരു പ്രവർത്തനം നടത്താൻ വേണ്ടിയാണ് ഈ ആളുകളെ നിയമിച്ചിരിക്കുന്നത്. അപ്പൊ ഇവർ ആക്ച്വലി ഇതാണ് അതിന്റെ ലീഡർഷിപ്പാണ്. സകല വിശ്വാസികൾക്കും പൗരോഹിത്യം ഉള്ളപ്പോൾ തന്നെ ദീസ് ആർ ദ ലീഡേഴ്സ് chosen by God, placed by God in the church of Jesus Christ. കർത്താവായ യേശുക്രിസ്തുവിന്റെ സഭയിൽ സകല വിശ്വാസികളെയും പരിശീലിപ്പിച്ച് ഒരുക്കി അവരവർ ചെയ്യാനുള്ള പ്രവൃത്തിക്ക് വേണ്ടി അവർക്ക് പ്രാപ്തി ഉണ്ടാക്കി കൊടുത്ത് വളർത്തി അവരെ ആ വേലയ്ക്കാക്കി വേല ചെയ്യിക്കുന്ന, അതിനുവേണ്ടി നിയമിക്കപ്പെട്ടവരാണ് ഈ ശുശ്രൂഷകന്മാർ. അപ്പൊ അവരെ അപ്പൊ വിളിക്കാവുന്നത് they are the leaders. എല്ലാ പാസ്റ്റേഴ്സും ലീഡേഴ്സാണ്, അല്ലാത്ത എല്ലാ പാസ്റ്റേഴ്സും ലീഡേഴ്സാണ്. നമ്മൾ ഈ നേതൃത്വം, നേതാക്കന്മാർ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന കുറെ ചിന്തകളുണ്ട്. പൊതുവെ ആരെങ്കിലും അപ്പോയിന്റ് ചെയ്താലോ അല്ലെങ്കിൽ പ്രധാനമായിട്ടും ആളുകൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നതായി പെന്തിക്കോസ്ത് ലോകത്തിൽ ഞാൻ കണ്ടിട്ടുള്ളത്
ഇലക്റ്റഡ് ലീഡർഷിപ്പാണ്, തെരഞ്ഞെടുക്കപ്പെടുന്ന നേതൃത്വം. പ്രത്യേകിച്ച് നമ്മുടെ ഈ പെന്തിക്കോസ്ത് സഭകളിൽ മിക്കതിലും ജനാധിപത്യ സംവിധാനവും അതിനനുസരിച്ചുള്ള തെരഞ്ഞെടുപ്പ് ഒക്കെ ആണല്ലോ നിലവിലുള്ളത്. പ്രാദേശിക സഭ തൊട്ട് അങ്ങ് സംഘടനാ തലം വരെ ഇങ്ങനെയുള്ള സംവിധാനങ്ങളാണ്. അപ്പൊ ജനം ആരെ തെരഞ്ഞെടുക്കുന്നു അവരാണ് നേതാവ് എന്ന് ചിന്തിക്കുന്ന ഒരു ചിന്താഗതിയാണ് പൊതുവെ നമ്മുടെ ഇടയിലുള്ളത്. അവരെ നേതാക്കന്മാരെന്ന് വിളിക്കാം. നേതൃത്വം പല തട്ടിലാണ്, പല ലെവലിലാണ്. അപ്പൊ അങ്ങനെ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ തെരഞ്ഞെടുക്കപ്പെടുന്ന ആൾ, അതിന് പൊതു ചുമതലക്കാരൻ, പ്രധാനപ്പെട്ട ടോപ്പ് വ്യക്തി, അല്ലെ അദ്ദേഹത്തോട് ചേർന്ന് പ്രവർത്തിക്കുന്നവർ, ലീഡർഷിപ്പ് ലെവൽ 1 എന്ന് വേണമെങ്കിൽ പറയാം. അതിന്റെ താഴെ സംഘടനാ തലത്തിൽ ഞാൻ പറയാം, നിങ്ങൾ ഏറെക്കുറെ എല്ലാം സംഘടനയെപ്പെട്ട ബന്ധുക്കോസരാണ്, അല്ലാത്ത ആളുകളുണ്ട്, അതിനും പറയാം. അത് പല ഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ടാവാം. ഡിസ്ട്രിക്റ്റുകളായിട്ടോ സെന്ററായിട്ടോ സെക്ഷനായിട്ടോ ഒക്കെ തിരിച്ചിട്ടുണ്ടാവാം. അതിന് ചുമതലക്കാരുണ്ടാവും. അപ്പൊ അവര് ആ ലീഡർഷിപ്പ് ലെവൽ 1 താഴെ മേ ബി ലെവൽ 2 ആയിരിക്കാം. അപ്പൊ അതിന്റെ താഴെ പാസ്റ്റേഴ്സ്, അപ്പോയിന്റഡ് പാസ്റ്റേഴ്സ് ഉണ്ടാവാം. അത് ചിലപ്പോ ലീഡർഷിപ്പ് ലെവൽ 3 എന്നായിരിക്കും പരിഗണിക്കുന്നത്. ഇത് സംഘടനാ തലത്തിലുള്ള കാര്യമാണ് ഈ പറയുന്നത്. അല്ലാത്ത സഭകളുണ്ട്, അവരുടെ സ്ട്രക്ചർ ഇതായിരിക്കണമെന്നില്ല. അതോടൊപ്പം തന്നെ ഈ സംഘടനാ തലത്തിൽ തന്നെ അതിന്റെ സഭയുടെ വ്യത്യസ്ത ഡിപ്പാർട്ട്മെന്റുകൾ, യുവജനങ്ങളുടെ ഒരു ഡിപ്പാർട്ട്മെന്റ്, കുട്ടികളുടെ ഒരു ഡിപ്പാർട്ട്മെന്റ്, സ്ത്രീകളുടെ ഒരു ഡിപ്പാർട്ട്മെന്റ്, മറ്റ് മിഷൻ പ്രവർത്തനത്തിന്റെ ഒരു ഡിപ്പാർട്ട്മെന്റ്, ഇങ്ങനെ പലതരം ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടാവും. അപ്പൊ അത് ലെവൽ 2 ആയിട്ടോ ലെവൽ 3 ആയിട്ടോ ഒക്കെ വരുന്നതാണ്. പ്രാദേശിക സഭയുടെ ആവുമ്പോൾ അതൊരു പക്ഷേ ലെവൽ 4 ആവാം. അപ്പൊ ഈ പറയുന്നതെല്ലാം ലീഡർഷിപ്പ് ലെവൽസ് ആണ്. അല്ല, നേതാവ് എന്ന് പറഞ്ഞാൽ ആദ്യം എല്ലാവരും സഭയുടെ പ്രസിഡന്റ് ആണോ എന്ന ചോദ്യം അല്ല വേണ്ടത്. പ്രസിഡന്റ് ആയാലേ ലീഡർ ആവുള്ളൂ, സൂപ്രണ്ട് ആയാലേ ലീഡർ ആവൂ എന്നാരും ധരിക്കരുത്. ഇതെല്ലാം ലീഡർഷിപ്പിന്റെ ഡിഫറെന്റ് ലെവൽസ് ആണ്. ഈ ഏതെങ്കിലും ഒരു ലെവലിൽ എത്തുന്ന ആളുകളെ, നിൽക്കുന്ന ആളുകളെ പൊതുവെ ലീഡേഴ്സ് എന്ന് പരിഗണിക്കാവുന്ന. എന്താണ് വാസ്തവത്തിൽ നേതൃത്വം എന്ന് പറഞ്ഞാൽ അർത്ഥമാക്കുന്നത് എന്ന് നാം ഒന്ന് പരിശോധിക്കണം. വാട്ട് ഈസ് ലീഡർഷിപ്പ്? ഹൗ കെൻ വി ഡിഫൈൻ ലീഡർഷിപ്പ്? നേതൃത്വത്തെ നമുക്ക് എങ്ങനെയാണ് നിർവചിക്കാൻ പറ്റുന്നത്? ഒരിടത്ത് കാണുന്നത് എങ്ങനെയാണ്? ലീഡർഷിപ്പ് ഈസ് ബോത്ത് എ റിസർച്ച് ഏരിയ and a practical skill encompassing the ability of an individual, group, or organization to lead, influence, or guide other individuals, teams, or entire organization. അപ്പൊ ഇത് റിസർച്ച് ഏരിയയാണ്. ആളുകൾ പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മണ്ഡലമാണ്. അതിന്റെ പൂർണ്ണ അളവിൽ പറയാൻ ആർക്കും അറിയില്ല, ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം പ്രായോഗികമായ പ്രാവീണ്യം അതിനകത്തുണ്ട്. അപ്പൊ ഒരു വ്യക്തിയുടെ കഴിവുകൾ മറ്റുള്ള വ്യക്തികളെയോ സമൂഹ ടീംസിനെയോ സംഘടനയോ തന്നെ ലീഡ് ചെയ്യാൻ, നടത്താൻ, സ്വാധീനിക്കാൻ, അവർക്ക് വേണ്ട ഗൈഡൻസ് കൊടുക്കാൻ ഉപയോഗിക്കപ്പെടുന്ന ആളുകളെയാണ്, അതിനു വേണ്ടി ഉപയോഗിക്കപ്പെടുന്നവരെയാണ് നേതാക്കന്മാർ എന്ന് പറയുന്നത്. ഏറ്റവും ലളിതമായി പറഞ്ഞാൽ ലീഡർ ഈസ് വൺ ഹു ലീഡ്സ്. നയിക്കുന്നവനാണ് നായകൻ. പക്ഷെ ആ നയിക്കുന്നത് ഒരു വ്യക്തമായ ലക്ഷ്യത്തിലേക്കായിരിക്കും.
ദൈവസഭയെ സംബന്ധിച്ചിടത്തോളം ആ ലക്ഷ്യം എന്തെന്നുള്ളത് യേശുക്രിസ്തു വെച്ച ലക്ഷ്യമാണ്, നമ്മുടെ സ്വന്തം ലക്ഷ്യങ്ങളല്ല. സഭ എന്തായിത്തീരണം, എവിടെ എത്തണം എന്ന് ദൈവം നിർണയിച്ച കാര്യമുണ്ട്. അപ്പൊ അങ്ങനെ ദൈവം നിർണയിച്ച ആ സ്ഥാനത്തേക്ക് ആളുകളെ കൊണ്ടെത്തിക്കുന്ന, സഭയെ കൊണ്ടെത്തിക്കുന്ന, സംഘങ്ങളെ കൊണ്ടെത്തിക്കുന്ന ആളുകളെയാണ് ലീഡർ എന്ന് പറയുന്നത്. ഒരാളെ ലീഡർ എന്ന് പറയണമെങ്കിൽ അയാളുടെ പുറകെ പോകാൻ കുറെ ആള് വേണം. അല്ലാതെ അനുയായികളില്ലാതെ ഒരാൾ നേതാവാകുന്നില്ല. നേതാവെന്ന് പറഞ്ഞിരിക്കുക ആരും പുറകെ ഇല്ലെങ്കിൽ ഈസ് നോട്ട് എ ലീഡർ. അപ്പൊ അങ്ങനെ ഈ നേതൃത്വം എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഏത് സംഘടനയെ സംബന്ധിച്ചിടത്തോളം. നേതൃത്വം പോലെ ഇരിക്കും സഭ, സമൂഹം. ഇപ്പൊ സ്വാഭാവികമായി പ്രായോഗികമായി ഞാൻ പറഞ്ഞാൽ, ഇപ്പൊ ഒരു സഭയിലെ പാസ്റ്റർ നല്ല ആത്മീയനാണ്, പ്രാപ്തനായ വചനം പഠിപ്പിക്കാൻ കഴിവുള്ള ഒരു ദൈവദാസനാണ്, ആത്മീയ കാര്യങ്ങൾക്ക് എപ്പോഴും മുൻതൂക്കം കൊടുത്ത് അങ്ങനെ പോകുന്ന ഒരാളാണെങ്കിൽ ആ സഭയിൽപ്പെട്ടവരും അങ്ങനെ തന്നെയായിരിക്കും. അതേസമയം ഒരു തണുപ്പനാണ് പാസ്റ്റർ എങ്കിൽ ജനവും തണുപ്പനായി പോകും. അപ്പൊ നേതാവ് എങ്ങനെയോ അങ്ങനെയേ ജനത്തിനാകാൻ പറ്റുള്ളൂ. നേതാവ് എത്രയും വളർന്നോ അതിന് സ്വല്പം താഴെ മാത്രമേ അനുയായികൾക്ക് എത്താൻ പറ്റുള്ളൂ. ലോകത്തിൽ ഏത് സംഘത്തിനും ഏറ്റവും പ്രധാനമാണ് നേതൃത്വം. നമ്മുടെ അഖിലാണ്ടത്തെ ഇന്ന് നോക്കുള്ളൂ. അഖിലാണ്ടം ഇങ്ങനെ പുരോഗമിച്ച് വളർന്നു പോവുക. ചെറിയ കമ്പനി വളർന്ന് വലിയ വലിയ കമ്പനികളാവും. വലിയ കമ്പനികൾ ചെറിയ കമ്പനികളെ വിഴുങ്ങുന്നു എന്നുള്ളത് ശരിയാണ്. അപ്പൊ ആളുകൾ അഭിവൃദ്ധി പ്രാപിക്കുന്നു, ബിസിനസ്സുകാർ അവരുടെ ബിസിനസ് അഭിവൃദ്ധിപ്പെടുത്താൻ പരിശ്രമിക്കുന്നു. ഓരോ മേഖലയിലും അഭിവൃദ്ധിയും പുരോഗതിയും ഉണ്ടാക്കാൻ നമ്മളെല്ലാവരും പരിശ്രമിക്കും. നമുക്ക് ലഭിച്ച വിദ്യാഭ്യാസം പോരാ നമ്മുടെ മക്കൾക്ക് എന്ന ചിന്തയാണ് നമുക്കെല്ലാവർക്കും. അപ്പൊ അവരെ എത്രയും പഠിപ്പിക്കാമോ അത്രയും പഠിപ്പിച്ച് എത്രയും സമർത്ഥരാക്കാമോ അത്രയും സമർത്ഥരാക്കാൻ നമ്മളെല്ലാം ചെയ്യും. ഇത് നമ്മുടെ ഭൗമ ജീവിതത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്നു. അതേസമയം സഭാമണ്ഡലത്തിന് വേണ്ടി എന്താണ് ഇത്തരത്തിൽ നമ്മൾ ചെയ്യുന്നത് എന്ന് ഒന്നാലോചിച്ചു. ഞാൻ ബാക്കി എല്ലാ മണ്ഡലങ്ങളിലും ഉയർച്ച വേണം, അഭിവൃദ്ധി വേണം, പുരോഗതി വേണം. അതേസമയം സഭ എന്ന ഈ മണ്ഡലത്തിൽ ഏത് മണ്ഡലത്തിലാണ്, ഏത് കാര്യത്തിലാണ് അഭിവൃദ്ധിയിലേക്ക് പോകുന്നത്, ഉയർച്ചയിലേക്ക് പോകുന്നത്? സഭകൾ, എത്രയോ സഭകൾ കാലങ്ങൾ കൊണ്ട് വളരാത്ത സഭകളുണ്ട്. മറ്റു ചില രാജ്യങ്ങൾ കുടിയേറ്റക്കാർ വന്ന് കുറെ വിശ്വാസികൾ വന്നു ചേരുന്ന സഭയുടെ വളർച്ച, വാസ്തവത്തിൽ സഭാ വളർച്ച എന്ന് പറയാൻ പറ്റില്ല. സഭയുടെ അസൽ വളർച്ച എന്ന് പറഞ്ഞാൽ മനുഷ്യർ രക്ഷിക്കപ്പെട്ട്, പുതുതായി രക്ഷിക്കപ്പെട്ട്, സ്നാനപ്പെട്ട് ദൈവസഭയോട് ചേരുന്നെങ്കിൽ മാത്രമേ അതിനെ സഭാ വളർച്ചയെന്ന് ശരിയായ ആശയത്തിൽ പറയാൻ പറ്റൂ. അപ്പൊ അങ്ങനെയുള്ള അളവിൽ ഒരു സഭ വളരെ തക്കവണ്ണം എത്ര സഭകൾ പ്രവർത്തിക്കും. ചില സഭകൾ ചെയ്യുന്നത് സമ്മതിക്കുന്നു ഞാൻ. ഉത്സാഹത്തോടെ പ്രവർത്തിക്കുന്ന ചില സഭകൾ ഗൾഫ് മേഖലകളിൽ ഉണ്ടെന്നുള്ളത് എനിക്ക് നേരിട്ട് അറിയാവുന്നതായിരിക്കും. എന്നാൽ വ്യാപകമായി നമ്മൾ സഭയെ സംബന്ധിച്ച് പറഞ്ഞാൽ അങ്ങനെയുള്ള വലിയ ഒരു വളർച്ചയുടെ മണ്ഡലം ബഹുഭൂരിപക്ഷം എടുത്തില്ല. ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെ കാര്യം പറഞ്ഞാലും ഏറെക്കുറെ ഇങ്ങനെയൊക്കെ തന്നെ പോകും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും സംഘടിതമായിരിക്കേണ്ടത് ദൈവസഭയാണ്, ഏറ്റവും പുരോഗമിക്കേണ്ടത് ദൈവസഭയാണ്. കാരണം ഇതിന് അൺലിമിറ്റഡ് റീസോഴ്സസ് ഉണ്ട്, അപരിമിതമായ ഉറവിടങ്ങളുണ്ട്. ദൈവമാണ് ഇതിന്റെ ഉറവിടം. അവിടുത്തെ വചനം ഇഷ്ടം പോലെ നൽകിയിരിക്കുന്നു, അവിടുത്തെ പരിശുദ്ധാത്മാവിനെ ലഭ്യമാണ്. ദൈവം ഇന്നും മനുഷ്യരെ തന്റെ വേലയ്ക്ക് വേണ്ടി വിളിക്കുന്നു. അപ്പൊ ഇങ്ങനെയുള്ള എല്ലാ റീസോഴ്സസും ഉറവിടങ്ങളും ഇതിനുള്ളപ്പോൾ ഇത് അഭംഗുരം അഭിവൃദ്ധിയിലേക്കും വളർച്ചയിലേക്കും പോകേണ്ടതാണ്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അങ്ങനൊരു വലിയ അഭിവൃദ്ധിയോ വളർച്ചയോ ഇതിനകത്ത് പലപ്പോഴും കാണുന്നില്ല. പണ്ടുള്ള കാര്യങ്ങൾ തന്നെ ഇന്നും പോകും. അതേ തരം യോഗങ്ങൾ, അതേ തരം സമ്പ്രദായങ്ങൾ, അല്പസ്വല്പ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വലുതും വന്നിട്ടുണ്ടെന്നുള്ളതല്ലാതെ കാര്യമായ ഒരു വ്യതിയാനം, കാലത്തിനനുസരിച്ചുള്ള ഒരു വ്യതിയാനങ്ങളോ എന്ന് പറഞ്ഞാൽ സഭ കൂടെ കൂടെ മാറിക്കൊണ്ടിരിക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്. അഭിവൃദ്ധിയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്, വളർച്ചയുടെ കാര്യമാണ് ഞാൻ. അപ്പൊ അങ്ങനെയുള്ള മണ്ഡലങ്ങൾ മിക്കപ്പോഴും ദൈവത്തിന്റെ സഭയിൽ ഉണ്ടാവുന്നില്ല.
എന്നതാണ് കാണാൻ കഴിയുന്ന ഒരു യാഥാർത്ഥ്യം. ഒരു സമയത്ത് ഞാൻ അസംബ്ലീസ് ഓഫ് ഗോഡിലെ പാസ്റ്റേഴ്സിന് വേണ്ടി, അല്ല ലീഡേഴ്സിന് വേണ്ടി, ഡിപ്പാർട്ട്മെന്റൽ ലീഡേഴ്സിനും വേണ്ടി ഒരു ലീഡർഷിപ്പ് ട്രെയിനിങ് തന്നെ ഡിക്ലെയർ ചെയ്തു. ആ ലീഡർഷിപ്പ് ട്രെയിനിങ് വളരെ ക്വാളിറ്റി മെറ്റീരിയൽ ആണ്. ആളുകൾ വന്ന് ഇത് പരിശീലിക്കത്തക്കവണ്ണമുള്ള സംവിധാനങ്ങൾ ചെയ്തു കൊടുത്തതാണ്. പക്ഷേ അത് ഉപയോഗിച്ച ആളുകളുടെ സംഖ്യ വളരെ കുറവാണ്. ഇത് 2 വർഷം ഞാൻ കണ്ടിന്യൂ ചെയ്തു. പക്ഷെ വളരെ കുറച്ചു പേര് മാത്രമേ ഇത് ഉപയോഗിച്ചു. ബാക്കിയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അതിന്റെ പ്രാധാന്യം അവർക്ക് അറിയില്ല. അപ്പൊ അവരുടെ ചിന്ത അവർ ലീഡേഴ്സ് ആണ്, അതുകൊണ്ട് ഇനി എന്ത് പഠിക്കാൻ. അപ്പൊ അങ്ങനെ ഒരു മനോഭാവത്തിലാണ് ബഹുഭൂരിപക്ഷം ആളുകളും നിലകൊള്ളുന്നത്. ഞാൻ പറഞ്ഞിട്ട് ലോകപ്രസിദ്ധ ഒരു ലീഡർഷിപ്പ് എക്സ്പെർട്ട്, അദ്ദേഹം ഒരു സാധാരണ പാസ്റ്ററായിട്ട് തുടങ്ങിയ ആളാണ്. പക്ഷെ സാധാരണ പാസ്റ്ററായിട്ട് തുടങ്ങിയ ആളാണെങ്കിലും വളരെ സൂക്ഷ്മമായ കാര്യങ്ങൾ മനസ്സിലാക്കുകയും അദ്ദേഹത്തിന്റെ ഉള്ളിൽ കുടികൊണ്ടിരുന്ന ലീഡർഷിപ്പിന്റെ ദൈവികദാനം ഓരോ ഭാഗത്ത് അഭിവൃദ്ധി പ്രാപിക്കാൻ തുടങ്ങി, വളർച്ച പ്രാപിക്കാൻ തുടങ്ങി, അദ്ദേഹം പഠിക്കാൻ തുടങ്ങി. ഒരു സമയത്ത് അദ്ദേഹത്തിന്റെ ഒരു പുസ്തകത്തിൽ ഞാൻ വായിച്ചത്, ആണ്ടിലൊരിക്കൽ എടുക്കുന്ന ഒരു വെക്കേഷൻ ഒരു 1-ാം തരം ലീഡർഷിപ്പ് എക്സ്പെർട്ടിനെ കാണാൻ വേണ്ടി അദ്ദേഹം ഉപയോഗിക്കുമായിരുന്നു. അപ്പൊ ആ ലീഡർഷിപ്പ് എക്സ്പെർട്ട് താമസിക്കുന്ന ദേശത്തേക്ക് വെക്കേഷൻ വേണ്ടി പോകും. എന്നിട്ട് അവരുടെ സമയം വില കൊടുത്തു വാങ്ങണം. വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഏതാണ്ട് 1/2 മണിക്കൂർ നേരം വാങ്ങാൻ $100 കൊടുക്കണമായിരുന്നു. അപ്പൊ അങ്ങനെ ടോപ്പ് എക്സ്പെർട്സിനോട് സംസാരിച്ചാണ് അദ്ദേഹത്തിന്റെ ലീഡർഷിപ്പ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി പരിശ്രമിച്ചത്. അദ്ദേഹം ഒരു ലോകപ്രസിദ്ധ ലീഡർഷിപ്പ് എക്സ്പെർട്ടായി മാറി, ടീച്ചറായി മാറി. എല്ലാ ഫീൽഡിലും, ബിസിനസ്സുകാർക്കായാലും സ്പോർട്സുകാർക്കായാലും ഈവൻ പാസ്റ്റേഴ്സിനും ഒക്കെ ലീഡർഷിപ്പിനെ ക്ലാസ് എടുക്കുന്ന, പഠിപ്പിക്കുന്ന, പരിശീലിപ്പിക്കുന്ന ഒരാളായി മാറി. അപ്പൊ അദ്ദേഹത്തിന്റെ സ്ഥിരമായ ഉത്സാഹവും പരിശീലനവും ട്രെയിനിങ്ങും അതിനുവേണ്ടി ചെലവഴിച്ച സമയവും പണവും ഒക്കെ ഇതിന്റെ വളർച്ചയ്ക്ക് വളരെ സഹായിച്ചു. അദ്ദേഹത്തെ കുറിച്ച് അദ്ദേഹം തന്നെ എഴുതിയിരിക്കുന്ന ഒരു കാര്യം, ഒരു പുതിയ ബൈബിൾ സ്കൂൾ ഗ്രാജുവേറ്റ് ആയിട്ടാണ് അദ്ദേഹം ഒരു സഭയിലേക്ക് പോയത്, ഒരു വളരെ ചെറിയൊരു സഭ. ആ സഭയിൽ ചെന്ന് ആദ്യത്തെ ആഴ്ച യോഗം കൂടി പ്രസംഗിച്ചു. അപ്പോ ഒരു 25 വയസ്സിന് താഴെ പ്രായമുള്ളൂ. എന്നാലും ബൈബിൾ സ്കൂൾ ഗ്രാജുവേറ്റ് എന്നൊക്കെ നല്ല ഗമയ്ക്കൊക്കെയാണ് പോകുന്നത്. അപ്പൊ ആ ആഴ്ച ഒരു ബോർഡ് മീറ്റിംഗ് ഉണ്ട്, ചർച്ചിന്റെ ബോർഡ് മീറ്റിംഗ് ഉണ്ട്. ചർച്ചിന്റെ ബോർഡ് മീറ്റിംഗിന് ചെന്ന് ഇദ്ദേഹമാണല്ലോ പ്രസിഡന്റ് ആയിരിക്കുക. അപ്പോ ബോർഡ് മെമ്പേഴ്സ്, ഒരാൾ ഒരു 85 വയസ്സുകാരനാണ്, വേറൊരാള് 70 വയസ്സുകാരൻ, ഇതേ 25 വയസ്സ്, 25 താഴെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? അപ്പൊ 85 വയസ്സുകാരനാണ് സംസാരിക്കുന്നത്. ആ സഭയിൽ ഈ കാര്യം ചെയ്യണം, ഇങ്ങനെ 2-3 കാര്യങ്ങൾ പറഞ്ഞു. അത് കഴിഞ്ഞ് പാസ്റ്റർ ചോദിച്ചു, വേറെ എന്തുണ്ട്? അദ്ദേഹം പറഞ്ഞു, വേറെ ഒന്നുമില്ല പാസ്റ്ററെ, പ്രാർത്ഥിച്ച് ആശീർവാദം പറയാം. അപ്പൊ 85 വയസ്സുകാരൻ പ്രസന്റ് ചെയ്യുന്നു, 70 വയസ്സുകാരൻ പിന്താങ്ങും. അപ്പൊ എല്ലാവരും സമ്മതിക്കുന്നു. അപ്പൊ ഈ പുതിയ ബൈബിൾ സ്കൂൾ ഗ്രാജുവേറ്റായ ഈ അധ്യാപകൻ, ഈ പാസ്റ്റർ ആ സഭയുടെ ട്രെൻഡ് മനസ്സിലാക്കി. അപ്പൊ ആ സഭയിലെ വളരെ പ്രധാനപ്പെട്ട ഒരാളായിരിക്കണം ഈ 85 വയസ്സുകാരൻ. കാരണം അദ്ദേഹം പറയുന്നു, ആളുകൾ പിന്താങ്ങുന്നു, കാര്യം നടക്കുന്നു. ഇദ്ദേഹത്തിന്റെ ലീഡർഷിപ്പ്, തന്നിലുണ്ടായിരുന്ന ലീഡർഷിപ്പ് സ്കിൽ നിമിത്തം സാഹചര്യത്തെ അദ്ദേഹം വിവേചിച്ചറിഞ്ഞു.
വളരെ ചെറുപ്പക്കാരനെങ്കിൽ. സാധാരണഗതിയിൽ 85 വയസ്സുകാരൻ വല്യപ്പൻ, ഇയാൾ ഇങ്ങനെ പോയാൽ നമുക്ക് ശരിയാവില്ല, ഇയാളെ ഒതുക്കിയേ പറ്റൂ എന്നാൽ സാധാരണ ചിന്തിക്കുള്ളൂ. പക്ഷെ ഇദ്ദേഹം വ്യത്യസ്തനായിരുന്നു. ഇദ്ദേഹത്തിന്റെ സഭയിലെ ലീഡർ ആരാണെന്ന് മനസ്സിലായി. ആ വല്യപ്പനാണ് ലീഡർ. അതുകൊണ്ട് ഇദ്ദേഹം ചെയ്ത കാര്യം, അടുത്ത കമ്മിറ്റി മീറ്റിങ്ങിന് മുമ്പ് എന്തൊക്കെ ചെയ്യണം എന്നതിനെ സംബന്ധിച്ച് ഇദ്ദേഹം തന്നെ പ്ലാൻ ചെയ്തിട്ട് ഇദ്ദേഹം അത് പറഞ്ഞാൽ നടക്കില്ല എന്ന് അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ട് എന്ത് ചെയ്തു, നേരെ ഈ 85 വയസ്സുകാരൻ ഈ വല്യപ്പച്ചൻ്റെക്ക് ചെന്ന് വെച്ച് പറഞ്ഞു, അങ്കിൾ, നിങ്ങളാണ് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ സമർത്ഥൻ, നിങ്ങൾ പറഞ്ഞാൽ ജനം കേൾക്കും. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യണം, നമുക്ക് സഭയിൽ ഇന്ന കാര്യങ്ങൾ ചെയ്യണം, അത് അങ്കിൾ അങ്ങ് അവതരിപ്പിക്കണം. എന്നിട്ട് ഇദ്ദേഹം ഈ 70 വയസ്സുകാരേക്ക് ചെന്ന്, ഈ പിന്താങ്ങുന്ന പുള്ളിലേക്ക് ചെന്നും വെച്ച് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു, ആ അങ്കിൾ അവതരിപ്പിക്കും, അങ്കിൾ നിങ്ങൾ അതിനെ പിന്താങ്ങണം. അപ്പോ അടുത്ത കമ്മിറ്റി മീറ്റിംഗ് വന്നു. സഭയുടെ പാസ്റ്റർ അപ്പൊ അവതരിപ്പിക്കാൻ ഈ 85 വയസ്സുകാരൻ അവസരം കൊടുത്തു. അദ്ദേഹം അവതരിപ്പിച്ചു. 70 വയസ്സുകാരൻ പിന്താങ്ങി, കാര്യം പാസ്സായി. ഇപ്പൊ ആരായി ലീഡർ? പാസ്റ്ററായി. അപ്പൊ ആ പ്രാപ്തിയുള്ള ആളിനെ ഉപയോഗിച്ചു. അയാളുടെ കഴിവ്, അയാളുടെ സ്വാധീനം, സഭയിലുള്ള അദ്ദേഹത്തിന്റെ സ്വാധീനം ഉപയോഗിച്ച് ഈ സഭയെ കൊണ്ടുപോകാൻ ഈ 25 വയസ്സുകാരൻ തയ്യാറായി. അതാണ് ലീഡർഷിപ്പ്. അവർ പറയുന്ന പാഠത്തിൽ പ്രധാനപ്പെട്ട, ഈ പാഠമെല്ലാം എൻ്റെ സ്വന്തമല്ല, ഞാൻ മറ്റ് ലീഡർഷിപ്പ് എക്സ്പേർട്സിൽ നിന്ന് എടുത്തിട്ടുള്ള പാഠമാണ്. ഇന്ന് ഞാൻ പറയുന്ന പാഠം, മനുഷ്യന്റെ നേതൃത്വ കഴിവ് എത്രയുണ്ടോ അത്രയ്ക്കുള്ള ഫലമേ നമുക്കുണ്ടാവുള്ളൂ. അപ്പൊ നമ്മുടെ ഇഫക്റ്റീവ്നെസ് നമ്മുടെ നേതൃത്വത്തിന്റെ കഴിവ് പോലെ ഇരിക്കും. നേതൃത്വത്തിന്റെ കഴിവ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ മനുഷ്യനുണ്ടായിരുന്ന കഴിവ് വളരുകയാണ്. ആ സഭയുടെ ഈ മിടുക്കനായ ജനത്തെ സ്വാധീനിക്കാൻ കഴിവുള്ള ആളെയും ഈ 25 വയസ്സുകാരൻ സ്വാധീനിച്ച് ഉപദ്രവിക്കാതെ, തന്നെ പിണക്കാതെ, അവരെയും ഉപയോഗിച്ച് ഈ സഭയെ കൊണ്ടുപോകാനുള്ള പ്രാപ്തിയിലേക്ക് താൻ വളരുകയാണ്. നമുക്ക് നമ്മുടെ നേതൃത്വത്തിനൊരു മൂടി ഉണ്ടെന്നാണ് പറയുന്നത്, ഒരു മേമൂടി. ആ മൂടിക്ക് അപ്പുറം നമുക്ക് പൊങ്ങാൻ പറ്റില്ല. നമ്മളതിന് മുകളിൽ പൊങ്ങണമെങ്കിൽ മൂടി പൊക്കണം. മൂടി ഇങ്ങനെ താഴെയാണെങ്കിൽ അത്രയും നമുക്ക് വളരാൻ പറ്റുള്ളൂ. മൂടി പൊക്കിയെങ്കിലേ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ മൂടി പൊക്കണമെങ്കിൽ അതിന് പരിശ്രമം വേണം, അതിന് അധ്വാനം വേണം. അതിന്റെ പ്രധാന ഭാഗമാണ് പഠിക്കുക, പരിശീലിക്കുക. അങ്ങനെ മാത്രമേ അത് വളർത്താൻ പറ്റൂ. അതുകൊണ്ട് നേതൃത്വം ചിലർക്കുണ്ട് എന്നുള്ളത് കൊണ്ട് അത്രയേ ഉള്ളൂ നേതൃത്വം എന്ന് ധരിക്കരുത്. നമുക്കുള്ള നേതൃത്വം വളരേണ്ടതാണ്, വർദ്ധിക്കാവുന്നതാണ്. നമ്മളൊക്കെ സ്കൂളിൽ പഠിച്ചവരല്ലേ, കുറെയൊക്കെ പഠിച്ചില്ലേ? അപ്പൊ അതുകൊണ്ട് കുറെ അഭിവൃദ്ധി നമുക്കുണ്ടായില്ലേ? ഈ ആത്മലോകത്തിലും സഭാമണ്ഡലത്തിലും വന്ന് സഭയുടെ മണ്ഡലത്തിൽ ഏതൊരു കാര്യത്തിലും ഒരു ചുമതല എടുത്താൽ അതിനകത്ത് നിവർത്തിക്കേണ്ട കാര്യങ്ങളുണ്ട്, നിവർത്തിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ. അവയിലേക്ക് ഉയരത്തക്കവണ്ണം ഒരു പരിശീലനവും വളർച്ചയും നമുക്ക് ഉണ്ടായെങ്കിലേ സാധിക്കുകയുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു നമ്മുടെ നേതൃത്വ കഴിവുകൾ വികസിപ്പിക്കാൻ പറ്റും എന്ന് നാം അറിയണം. ആ മേമൂടി ഉയർത്തിക്കിട്ടണം. എന്ന് ഞാൻ പറയുമ്പോൾ സെക്കുലർ ലോകത്തിൽ നിന്ന് ഒരു അല്പം ഉദാഹരണം ഇതിനോട് ഞാൻ ചേർത്ത് പറഞ്ഞാൽ,
നിങ്ങൾ താമസിക്കുന്ന രാജ്യങ്ങളിലൊക്കെ മെക്ഡോണൾഡ്സിന്റെ കട നിങ്ങൾ കണ്ടു. അത് ലോകത്തിലെ ഒരു വലിയ ഫാസ്റ്റ് ഫുഡ് ചെയിനാണ് എന്ന് നിങ്ങൾക്കറിയാം. രണ്ട് സഹോദരന്മാർ 1937 തുടങ്ങിയ ഒരു കടയാണ്. ഒരു ഡ്രൈവ് ഇൻ റെസ്റ്റോറന്റ് ആയിരുന്നു. തുടങ്ങിയ കാലത്ത് നല്ല പ്ലേറ്റിലും ഗ്ലാസുകളിലും ഒക്കെ ആഹാരപാനീയ സാധനങ്ങൾ കൊടുത്ത് കാറിൽ ആളുകൾ വരുന്നു. കാറിനടുത്തേക്ക് ആ കടയിൽ നിന്ന് ആള് വരുന്നു. ഇവരുടെ ഓർഡർ എടുത്തുകൊണ്ട് പോയി ആഹാരം ഇവിടെ കാറിൽ കൊണ്ട് കൊടുത്ത് തുടങ്ങിയ ഒരു കട. എന്നാൽ താമസിയാതെ 30 സെക്കൻഡിൽ ഡ്രൈവ് ഇൻ ചെയ്ത് വരുന്ന ആളുകൾക്ക് ആഹാരം കൊടുത്തു വിടുന്ന ഒരു കടയായി മാറി. അപ്പൊ പ്ലേറ്റും ഗ്ലാസ് മറ്റും മാറ്റി എല്ലാം പേപ്പർ പ്രോഡക്ട്സ് ആക്കി പാത്രങ്ങളൊക്കെ. അങ്ങനെ 1954 ആ കടയിൽ ഈ അവരുടെ ഫുഡ് വാങ്ങിക്കാൻ വേണ്ടി ഒരു മനുഷ്യൻ വന്നത് ഒരു മിൽക്ക് ഷേക്ക് മെഷീൻ ഒക്കെ ഉണ്ടാക്കുന്ന കമ്പനിയുടെ ഒരാളാണ്. അപ്പൊ അവരിൽ നിന്ന് ഇവർ മിൽക്ക് ഷേക്കിന്റെ ഈ മെഷീനൊക്കെ വാങ്ങിച്ചു. കട വന്ന് കണ്ടപ്പോൾ അദ്ദേഹത്തിന് തോന്നി വലിയ സാധ്യത ഇതിനകത്തുണ്ട്. പക്ഷെ ഇവർ രണ്ടുപേരെ കുറെ വർഷം ഇത് നടത്തി ലാഭം ഉണ്ടായി. അവർക്ക് ഉപയോഗിക്കാവുന്നതിനേക്കാൾ കൂടുതൽ കാശുണ്ടാക്കി. പക്ഷെ അതിനപ്പുറത്തൊരു വളർച്ചയെക്കുറിച്ച് അവർക്ക് അങ്ങോട്ട് ചിന്തിക്കാൻ കഴിഞ്ഞില്ല. ഓഫ് കോഴ്സ് അത് ഫ്രാഞ്ചൈസ് ചെയ്യാൻ വേണ്ടി, അതിന് ഔട്ട്ലെറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഒരു ശ്രമം അവർ നടത്തിയെങ്കിലും ഒരു 15 പേർക്ക് അത് കൊടുത്തെങ്കിലും 10 പേർക്ക് തുടങ്ങാൻ പറ്റും. അതിനപ്പുറത്ത് തുടങ്ങാൻ അവരെ കൊണ്ട് സാധിച്ചില്ല. എന്നാൽ ഈ വന്നു ചേർന്ന മനുഷ്യൻ ഇതിന്റെ സാധ്യത കണ്ടിട്ട് ഇവരുമായി ചേർന്നു. കുറെ കഴിഞ്ഞപ്പോ ഇദ്ദേഹം ഇതങ്ങ് വാങ്ങിക്കഴിഞ്ഞിട്ട് അദ്ദേഹം ചെയ്തത് ഏറ്റവും പ്രഗത്ഭരായ മിടുക്കന്മാരായ ആളുകളെ കണ്ടെത്തി ഇതിന്റെ ഓഫീസേഴ്സായിട്ട് ചുമതലക്കാരായിട്ട് നിയമിച്ചു. വെരി കേപ്പബിൾ എക്സ്പെർട്സ്. ഏതാണ്ട് 8 വർഷം താൻ ഒരു ശമ്പളം ഇതിനകത്ത് നിർത്തില്ല. ജോലി നല്ലപോലെ ജോലി ചെയ്തുകൊണ്ട് മനുഷ്യൻ അത് വിട്ടും വച്ച് ഇവിടെ വന്ന് ഇത് തുടങ്ങിയതാണ്. അതിന്റെ ടോപ്പ് ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളം കൊടുക്കാൻ ഇവൻ ലോൺ എടുക്കേണ്ടി വന്നു. പക്ഷേ സംഭവിച്ച കാര്യം, ഇന്ന് ഏതാണ്ട് 119 രാജ്യങ്ങളിലായിട്ട് 39,198 ബ്രാഞ്ചസ്, ഫ്രാഞ്ചൈസസ് ഉണ്ട്. 2020 ക്ലോസ് ചെയ്യുന്നു. അപ്പൊ ഈ വളർച്ചയ്ക്കും അഭിവൃദ്ധിക്കും കാരണം ആദ്യത്തെ ആളുകൾ ഇത് നടത്തിയിരുന്നെങ്കിൽ ഇത് അങ്ങനെ ഉണ്ടാവില്ല, അവർ വളരില്ല. ഈ പുതിയ ഒരു ലീഡർ വന്നതാണ് ഇതിന് കാരണമായി തീർന്നത്. അപ്പൊ ഏത് കാര്യത്തിനും ലീഡർഷിപ്പാണ് ഏറ്റവും പ്രധാനം. അത് സഭയ്ക്കാകട്ടെ സംഘടനയ്ക്കാകട്ടെ എന്തിനും ലീഡർഷിപ്പാണ് പ്രധാനം. ലീഡർഷിപ്പ് പോലെ ഇരിക്കും പ്രസ്ഥാനത്തിന്റെ വളർച്ചയോ അഭിവൃദ്ധിയോ അല്ലെങ്കിൽ തകർച്ചയോ. മനുഷ്യന്റെ കഴിവുകൾ വികസിപ്പിക്കുന്നതിനെ സംബന്ധിച്ച് ഒരു ചെറിയ ചാർട്ട് കാണിക്കുന്നത്. എനിക്കൊന്ന് സ്ക്രീൻ ഷെയറിംഗ് തരാമെങ്കിൽ ഞാനതൊന്ന് കാണിക്കാം. സ്ക്രീൻ ഷെയറിംഗ്. ഇത് ഒരു സമൂഹം അല്ലെങ്കിൽ ഒരു കമ്പനി വാട്ടെവർ പ്രഗത്ഭമായ ലീഡർഷിപ്പ് ഇല്ലാതെ നേട്ടമുണ്ടാക്കുന്നത് എങ്ങനെയാണ് എന്ന് ചിത്രീകരിച്ചിരിക്കുന്നതാണ്. അതിൻ്റെ ഇടത്തുഭാഗത്ത് കണ്ടില്ലേ, ലീഡർഷിപ്പ് എബിലിറ്റി എന്ന് കൊടുത്തിരിക്കുന്നു. അത് 1 മുതൽ 10 വരെ.
താഴെ വലത്തോട്ട് നോക്കൂ, അവിടെ 1 മുതൽ 10 വരെ ഉണ്ട്. അവിടെ ഇഫക്റ്റീവ്നെസ്. അപ്പൊ ലീഡർഷിപ്പ് എബിലിറ്റി 1 മുതൽ 10 വരെയുള്ള ശ്രേണികളിൽ, ഇഫക്റ്റീവ്നെസ് 1 മുതൽ 10 വരെ. അപ്പൊ ഒരാളുടെ ലീഡർഷിപ്പ് എബിലിറ്റി ആ 1ാമത്തെ ഭാഗത്ത് നിൽക്കും എന്നിരിക്കട്ടെ. നോക്കുക, പച്ച കൊടുത്തിരിക്കുന്ന സ്ഥലം, അത് 1ാമത്തെ ലൈനാണ്. ആ 1ാമത്തെ ലൈനിൽ അയാൾ ഏറ്റവും മിടുക്കനാണെങ്കിലും വലിയ മിടുക്കുള്ളവൻ പരമാവധി ഒരു 8 വരെ നേട്ടം ഉണ്ടാക്കും. ഇയാൾ ഇനി കൂടുതൽ നേട്ടം ഉണ്ടാക്കണം എന്ന് വിചാരിച്ചാൽ കൂടുതൽ കഠിനാധ്വാനം ചെയ്യണം. അങ്ങനെ വളരെ കഠിനാധ്വാനം ചെയ്താൽ ആ 8 എന്നുള്ളത് 10 ആക്കാൻ കഴിഞ്ഞേക്കും. എന്നാലും അയാളുടെ പ്രവർത്തനത്തിൽ ശരിക്കും പറഞ്ഞാൽ ഒരു 20-25% ഇഫക്റ്റീവ്നെസ് കൂട്ടാൻ പറ്റും. അതേസമയം ഈ ആളിന്റെ ലീഡർഷിപ്പിന്റെ എബിലിറ്റി കൂട്ടുകയാണെങ്കിൽ, ലീഡർഷിപ്പിന്റെ കഴിവ് വർദ്ധിപ്പിക്കുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് നോക്കാം. അവിടെ ഈ ആളിന്റെ കൂടുതൽ കഠിനാധ്വാനം ഇല്ലാതെ ആ ആളിന്റെ ലീഡർഷിപ്പ് കഴിവ് വർദ്ധിപ്പിക്കാൻ ശ്രമിച്ചപ്പോ ഈ 1ൽ കിടന്നത് 8 വരെ ഉയർന്നു. അപ്പൊ അവിടെ ശ്രമിച്ചത് ലീഡർഷിപ്പിന്റെ കഴിവ് വികസിപ്പിക്കാനാണ്, അല്ലാതെ കൂടുതൽ അധ്വാനിച്ച് ഇഫക്റ്റീവ്നെസ് വർദ്ധിപ്പിക്കുവാനല്ല. കഴിവ് വർദ്ധിച്ചാൽ നോക്കൂ എന്തുമാത്രം ഭാഗം അവിടെ കവർ ചെയ്തു എന്ന്. ഏതാണ്ട് 500% അല്ലെങ്കിൽ 700% നേട്ടം ലീഡർഷിപ്പിന്റെ കഴിവ് വികസിപ്പിച്ചാൽ ഉണ്ടാവും. അപ്പൊ അത് വാസ്തവത്തിൽ ശ്രമിക്കേണ്ടത്, നമ്മിലൊക്കെ ലീഡർഷിപ്പിന്റെ കഴിവുണ്ട്. ആ കഴിവ് വികസിപ്പിക്കാനുള്ള പരിശ്രമമാണ് വാസ്തവത്തിൽ നടക്കേണ്ടത്. അപ്പൊ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്ന് നമ്മൾ അറിഞ്ഞ് അതിനുള്ള പാഠം പഠിച്ച് പരിശീലനം എടുത്താൽ വളരെ അധികം വ്യത്യാസം സഭാ മണ്ഡലത്തിൽ, പ്രവർത്തന മണ്ഡലത്തിൽ ഉണ്ടാക്കാൻ സാധിക്കും. ഇത് സഭാമണ്ഡലം മാത്രമല്ല, ലോകത്തിന്റെ ഏത് മണ്ഡലത്തിലും നേട്ടമുണ്ടാക്കുന്നതിന്റെ തത്വമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഒരു സംഘടനയ്ക്ക് നേട്ടം ഉണ്ടാകണമെങ്കിൽ അതിന്റെ ലീഡർഷിപ്പാണ് ഏറ്റവും പ്രധാനം. ഒരു സഭയ്ക്ക് നേട്ടം ഉണ്ടാക്കണമെങ്കിൽ അതിന്റെ ലീഡർഷിപ്പാണ് ഏറ്റവും പ്രധാനം. നിങ്ങളുടെ സൺഡേ സ്കൂൾ ഡിപ്പാർട്ട്മെന്റിന് നേട്ടം ഉണ്ടാക്കണമെങ്കിൽ അതിന്റെ ലീഡർഷിപ്പാണ് പ്രധാനം. അതുപോലെ ഏത് ഡിപ്പാർട്ട്മെന്റിലും ലീഡർഷിപ്പ് എങ്ങനെയോ അങ്ങനെ ഇരിക്കും പ്രവർത്തനവും അതിന്റെ നേട്ടങ്ങൾ. ഒരു ലീഡർഷിപ്പിന്റെ എക്സ്പേർട്ട് ഒരു ദിവസം ഞാൻ പറഞ്ഞ ഈ ലീഡർഷിപ്പ് പഠിച്ച് പരിശീലിച്ച് എക്സ്പെർട്ട് ആയിക്കൊണ്ടിരിക്കുന്ന മനുഷ്യനോട് അദ്ദേഹത്തെ സംസാരിക്കാൻ വേണ്ടി പോയതാണ്, പഠിക്കാൻ വേണ്ടി പോയതാണ്. അപ്പൊ ഈ നഷ്ടത്തിലോടുന്ന കമ്പനികൾ ഏറ്റെടുക്കുന്ന ഒരു കമ്പനിക്കാരൻ, അപ്പൊ അദ്ദേഹവുമായിട്ടാണ് ഈ ആൾ സംസാരിക്കുന്നത്. അങ്ങനെ സംസാരിച്ചപ്പോ അപ്പൊ നഷ്ടത്തിലോടുന്ന കമ്പനികളെ ഏറ്റെടുക്കുന്ന ഈ കമ്പനിക്കാരന്റെ അവരുടെ പോളിസി എന്താണ് എന്ന് അതിന്റെ പ്രധാനപ്പെട്ട CEO വിശദീകരിക്കുകയാണ്. വിശദീകരിച്ചപ്പോൾ പറഞ്ഞത് ഇങ്ങനെയാണ്: അങ്ങനെ ഒരു കമ്പനിയിൽ ഞങ്ങൾ പോകുമ്പോൾ അതിന്റെ ജോലിക്കാരെ ഞങ്ങൾ എടുത്ത് എല്ലാവർക്കും പരിശീലനം കൊടുത്ത് അവരെ മെച്ചമാക്കാൻ ശ്രമിക്കും, എല്ലാ ജോലിക്കാർക്കും. അതൊന്നാം കാര്യം. പക്ഷെ രണ്ടാം കാര്യം, ആ കമ്പനി നടത്തിക്കൊണ്ടിരിക്കുന്ന CEOയെ അവരിപ്പോഴും പുറത്താക്കും, അയാളെ എടുക്കത്തില്ല. അപ്പൊ ഇദ്ദേഹം ചോദിച്ചു, അതെന്താണ്, അദ്ദേഹത്തെ കൂടെ എടുത്ത് പരിശീലനം കൊടുത്ത് മെച്ചമാക്കിക്കൂടെ എന്ന് ചോദിച്ചപ്പോ പറഞ്ഞ മറുപടി, അയാൾക്ക് കഴിവുണ്ടായിരുന്നെങ്കിൽ കമ്പനി നഷ്ടത്തിൽ പോകത്തില്ലായിരുന്നു. അപ്പൊ അയാളുടെ കഴിവുകേടാണ് കമ്പനി നഷ്ടത്തിൽ പോകാൻ കാരണം. അപ്പൊ പിന്നെ അയാളെ കൂടെ എടുത്ത് ഈ കമ്പനി വീണ്ടും നഷ്ടത്തിൽ കൊണ്ടുപോകാം. അപ്പൊ അതിന് പകരം ഇതിനെ ലാഭകരമാക്കി തീർക്കാൻ കഴിവുള്ള ഒരാളെ ഏൽപ്പിക്കുകയാണ് അവരുടെ പോളിസി. അപ്പൊ ഞാൻ പറഞ്ഞു, ഇതാണ് ഒരു ലീഡർഷിപ്പ് തത്വം. നേതൃത്വം എങ്ങനെയോ അങ്ങനെ ഇരിക്കും സംഘം, സഭ, സമൂഹം, രാജ്യം. അതുകൊണ്ട് തന്നെയാണ് ചില രാജ്യങ്ങൾ
വളരെ പ്രധാനമായ ചില ക്രൈസിസ് ഉണ്ടാകുമ്പോൾ നേതാക്കന്മാരെ മാറും. പുതിയൊരു പ്രധാനമന്ത്രി, പുതിയൊരു പ്രസിഡന്റ്, ഇങ്ങനൊക്കെ വരുന്നത് ആ രാജ്യത്തിന്റെ ആ തളർച്ചയോ തകർച്ചയോ ഉയർച്ചയില്ലായ്മയോ ഒക്കെയായ ആ ഘട്ടത്തെ ഒന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയാണ്. അപ്പൊ അതിന് ചേരുന്ന ആള് നേതൃത്വം എടുക്കണമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട തത്വം. വേദപുസ്തകത്തിൽ നിന്ന് ഇതിന്റെ ഒരു ഉദാഹരണം ഒന്ന് ചൂണ്ടിക്കാണിക്കാൻ. വേദപുസ്തകം പറയുന്ന രണ്ട് പഴയ നിയമ വ്യക്തികൾ, ഇസ്രയേലിന്റെ ഒന്നാമത്തെ രാജാവും രണ്ടാമത്തെ രാജാവും, അവരെ സംബന്ധിച്ചുള്ള പാഠം നാം ഒന്ന് പരിശോധിച്ചാൽ ഈ പാഠം കുറച്ച് വ്യക്തമാക്കാൻ സാധിക്കും. രണ്ടുപേരും നേതാക്കന്മാർ, രണ്ട് ഘട്ടങ്ങളിലാണ്. ആദ്യം ശൗൽ നേതാവ്, അത് കഴിഞ്ഞ് ദാവീദ് രാജാവ്. ഈ അവർ രണ്ടുപേരുടെയും ജീവിതം ഒന്ന് പരിശോധിച്ചാൽ ചില കാര്യങ്ങൾ ഒന്ന് മനസ്സിലാക്കാൻ പറ്റും നേതൃത്വത്തെ സംബന്ധിച്ച്. രണ്ടുപേരും രണ്ട് ലീഡർഷിപ്പ് കഴിവുള്ളവരാണ്. ഒരേ തരമല്ല. അവരുടെ ലിഡ്, ഈ മേമൂടി രണ്ട് തരമാണ്. ഒരാൾക്ക് താഴെയാണ്, ഒരാൾക്ക് മുകളിലാണ്. കാഴ്ചയിൽ ബലവാൻ മിടുക്കൻ ശൗലാണ്, ദാവീദല്ല. പക്ഷെ പുറമേയുള്ള കാഴ്ച നമ്മളെ പറ്റിക്കുന്ന ഒരു കാഴ്ചയാണ്, ചതിക്കുന്ന ഒരു കാഴ്ചയാണ്. ശൗലിനെ ഇസ്രായേൽ ജനത്തിന് മുമ്പാകെ കൊണ്ടു നിർത്തിയപ്പോൾ എല്ലാ മനുഷ്യരെക്കാളും തോൾ മുതൽ പൊക്കം കൂടിയത്. അപ്പൊ അങ്ങനെ കണ്ടാൽ ഇവൻ തന്നെ രാജാവ്, ഇവനാണതിന് പ്രാപ്തൻ, ഇസ്രയേലിൽ ഇവനെ പോലെ ഒരുത്തൻ ഇതിന് പറ്റിയവനില്ല എന്ന് പറയത്തക്ക ഒരാളിനെയാണ് ദൈവം രാജാവായിട്ട് കൊടുത്തത്. മറ്റവൻ അത്രയും വലിപ്പമുള്ളവനല്ല, പടയാളിയല്ല, ആടിനെ തീറ്റ നടന്നവൻ, ഇങ്ങനെയുള്ള ഒരുത്തൻ. എന്നാൽ ഇവരുടെ രണ്ടുപേരുടെയും പശ്ചാത്തലം നോക്കൂ. രണ്ടുപേരുടെയും പശ്ചാത്തലത്തിൽ പല സമാനതകളുണ്ട്. ഇവർക്ക് രണ്ടുപേർക്കും ദൈവം മനുഷ്യർ ഉപദേശം കൊടുക്കാനുണ്ടായിരുന്നു. ശൗലിന് ഉപദേശിക്കാൻ ശമൂവേൽ ഉണ്ടായിരുന്നു. ദാവീദിനും ഉപദേശം കൊടുക്കാൻ ശമൂവേൽ ഉണ്ടായിരുന്നു. പിന്നീട് നാഥാൻ പ്രവാചകനുണ്ടായിരുന്നു. അപ്പൊ ഒരേ വ്യക്തിയിൽ നിന്നുള്ള ആത്മീക സഹായം രണ്ടുപേർക്കും കിട്ടി. പക്ഷേ രണ്ടുപേരും അതിനെ ഉപയോഗിച്ചത് വ്യത്യസ്തമായിട്ടാണ്, ഒരുപോലെയല്ല. കഥകൾ നിങ്ങൾക്കറിയാം, കൂടുതൽ പാഠങ്ങൾ പറഞ്ഞുകൊണ്ട് പോകാൻ നേരമില്ല. ലീഡർഷിപ്പിന്റെ ശരിയായ തത്വം ശൗൽ ഒരിക്കലും മനസ്സിലാക്കിയില്ല. അതേസമയം ദാവീദ് ലീഡർഷിപ്പിന്റെ തത്വം മനസ്സിലാക്കി ദൈവ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ എന്ന പേര് ദൈവത്തിൽ നിന്ന് പ്രാപിച്ചു എന്ന് മാത്രമല്ല, ഇസ്രായേൽ ജനത്തെ അതിന്റെ ഉന്നതമായ ഒരു ശ്രേണിയിൽ കൊണ്ടെത്തിക്കാൻ എല്ലാ മണ്ഡലത്തിലും, രാജ്യത്തിന്റെ നിലയിൽ, വളർച്ചയിൽ, അതിന്റെ പട്ടാളം അനുസരിച്ചാണെങ്കിൽ വളരെ പ്രഗത്ഭമായ നേട്ടമുണ്ടാക്കിയ പട്ടാളം, അവരുടെ ആത്മീക സ്ഥിതി ശൗലിന്റെ കാലത്തിൽ വളരെ വ്യത്യാസം. ഉന്നതമായ ഒരു ആത്മമണ്ഡലത്തിൽ രാജ്യത്തെ കൊണ്ടെത്തിക്കാൻ ദാവീദിന് കഴിയും. ദേവാലയ ശുശ്രൂഷകൾ ഓർഗനൈസ് ചെയ്ത് ഒന്നാം തരം ആരാധന, സേവന വ്യവസ്ഥിതികൾ, എക്സലന്റ്. അങ്ങനെ ഇസ്രയേലിനെ അതിന്റെ മഹത്വത്തിന്റെ ഒരു ഒരു ചുവട് പിടിപ്പിച്ച് ഒരു ഉയരത്തിൽ കൊണ്ടെത്തിക്കാൻ ഉപയോഗിക്കപ്പെട്ട നേതാവാണ് ദാവീദ്. അപ്പൊ നല്ല പശ്ചാത്തലം രണ്ടുപേർക്കും ഒരുപോലെ കിട്ടി. ഒരുത്തൻ ഉപയോഗിച്ചപ്പോ വേറെ എങ്ങനെ ഉപയോഗിക്കണമെന്ന് എനിക്കറിയാൻ മേലാതെ പോയി. രണ്ടുപേർക്കും ജീവിതത്തിൽ വലിയ വെല്ലുവിളികൾ ഉണ്ടായി. ശൗലിനുണ്ടായി. ഫെലിസ്ത്യ സേന യുദ്ധത്തിന് വന്നു.
അങ്ങനെ പല എതിർപ്പുകൾ തന്റെ കാലത്തുണ്ടായി. ദാവീദിനും അനേകം യുദ്ധങ്ങളുണ്ടായി. തന്നെ വേട്ടയാടാൻ, കൊന്നുകളയാൻ ശൗൽ അതിനായി തന്നെ നടന്നു കുറെ കാലം. അങ്ങനെ പ്രശ്നങ്ങളുണ്ടായി, പലവിധ പ്രശ്നങ്ങളുണ്ടായി. അവർക്ക് രണ്ടുപേർക്കും രൂപാന്തരപ്പെടാനും വളരാനുമുള്ള അവസരം ഉണ്ടായി. പക്ഷേ ശൗൽ വളർന്നില്ല, ദാവീദ് വളർച്ച പ്രാപിച്ചു. ശൗലിന് തോൽവിയുണ്ടായി, ദാവീദിനും തോൽവിയുണ്ടായി. ശൗൽ ഒരു തരം ഭൂതഗ്രസ്തനായി തന്നെ മാറി. ദാവീദ് മേജറായ തെറ്റുകൾ ചെയ്തു. പക്ഷെ മേജറായ തെറ്റ് ചെയ്തപ്പോഴും അവിടെ വന്നിരിക്കുന്നു നാഥാൻ പ്രവാചകൻ അവനെ ഉപദേശിക്കാൻ. നാഥാൻ പ്രവാചകന്റെ ഉപദേശത്തിൽ രാജാവെന്ന സ്ഥാനം കൊണ്ട് അസ്വസ്ഥനായി പ്രവാചകനെ ആട്ടിപ്പായിച്ചില്ല. രാജാക്കന്മാരെ തെറ്റുബോധ്യപ്പെടുത്താൻ വന്ന സന്ദർഭങ്ങളിൽ പല രാജാക്കന്മാരും പ്രവാചകന്മാരെ കൊന്നുകളഞ്ഞവരുണ്ട്, ജയിലിൽ പിടിച്ചിട്ടവരുണ്ട്. പക്ഷെ ഇവിടെ ദാവീദ് അങ്ങനെയല്ല ചെയ്തത്. തന്റെ തെറ്റിനെ കുറിച്ച് അനുതപിച്ച് ദൈവമുമ്പാകത്താണ് താൻ ആ സ്ഥിതി അതിജീവിച്ച്, ഒന്നുകൂടെ ഞാൻ പറയാണ്, ഇസ്രയേലിനെ അതിൻ്റെ ഒരു ഗ്ലോറിയസ് പീരിയഡിലേക്ക്, മഹത്വമുള്ള പീരിയഡിലേക്ക് കൊണ്ടുപോകാൻ ദാവീദിന് കഴിഞ്ഞു. അപ്പൊ തൻ്റെ ആ നേതൃത്വത്തിന്റെ മേമൂടി വളരെയധികം ഉയർത്തിക്കൊണ്ടേയിരുന്നു. ശൗലിന്റെ നേതൃത്വത്തിന്റെ മേമൂടി താഴെയാണ്, അപ്പൊ ഉയരാൻ പറ്റത്തില്ല. ഇത് ഇങ്ങനെ പിടിച്ചു വെച്ചോണ്ടിരിക്കുകയാണ്. അപ്പോ ആത്മജീവിതത്തില് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സഭയ്ക്ക്, സംഘടനയ്ക്ക്, ഓരോ ഡിപ്പാർട്ട്മെന്റുകൾക്ക് അതിന് നേതൃത്വം. നേതൃത്വം ഞാൻ പറഞ്ഞല്ലോ, നേതൃത്വം വളർത്തുന്നില്ല എന്ന ഒരു ചൊല്ല് വ്യാപകമാണ്. പല ആളുകൾ ചിന്തിക്കുന്നതെല്ലാം ഒന്നാമത്തെ നേതാവായിരിക്കുക എന്ന കാര്യമാണ്. നേതൃത്വം അവിടെ അല്ല തുടങ്ങുന്നത്. നേതൃത്വം താണകടയിലാണ് തുടങ്ങുന്നത്. ആ നേതൃത്വം തുടങ്ങുന്നിടത്ത് തൻ്റെ നേതൃത്വം ഉപയോഗിച്ച് ആ നേതൃത്വം ആളുകൾക്ക് പ്രത്യക്ഷമാകുമ്പോൾ ജനം ആ നേതൃത്വം അംഗീകരിക്കും. നേതൃത്വം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും സ്വാധീനമാണ്. ആ പാഠത്തിലേക്ക് ഞാൻ വരികയാണ്. സ്വാധീനമാണ്. അപ്പൊ ഉള്ള സ്ഥാനം കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ ആ മണ്ഡലത്തിൽ അതിൻ്റെ അഭിവൃദ്ധിക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ അപ്പൊ അവിടെ അങ്ങോട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇദ്ദേഹത്തിന്റെ നേതൃത്വം പ്രകടമാവും. അല്ലാതെ അതിനാരെയും നോക്കി നിൽക്കേണ്ട കാര്യം, എന്നെ എടുത്തോണ്ട് വന്ന് പൊക്കിയോ എടുത്ത് നിർത്തി നേതൃത്വം കയ്യിൽ തരണം, എന്നെ ഒരു ഇലക്ടഡ് സ്ഥാനത്ത് കൊണ്ടുവച്ച് നേതൃത്വം തരണം എന്ന് പറയുന്നതല്ല വാസ്തവത്തിൽ നേതൃത്വം. ശരിക്കും നേതൃത്വം എന്ന് പറഞ്ഞൊരു ഇലക്ടഡ് ലീഡർഷിപ്പ് അല്ല, അതൊരു കഴിവാണ്, ദൈവനിയമിതമായ ഒരു കഴിവാണ്. ആരും ഒരു സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കാതെ തന്നെ ആ കഴിവുകൾ പ്രകടമാവും, പ്രത്യക്ഷമാവും. എന്റെ സ്വല്പം ചില അനുഭവങ്ങൾ പറഞ്ഞാൽ, ഞാൻ ഹൈസ്കൂളിൽ പഠിച്ച് അങ്ങോട്ട് കഴിഞ്ഞ ഉടൻ സഭയിൽ സൺഡേ സ്കൂളിന്റെ അധ്യാപകനായിട്ട് ഞാൻ മാറി. ഞാൻ പഠിപ്പിക്കാൻ തുടങ്ങി. ഞാൻ SSLC പാസ്സായി പുറത്തു വന്നപ്പോ SSLCക്കാർക്ക് കണക്കിനും ഇംഗ്ലീഷിനും ഞാൻ ക്ലാസ് എടുക്കുമായിരുന്നു. ഞാൻ തന്നെ ട്യൂഷൻ തുടങ്ങി. പക്ഷെ നമ്മൾ സ്നാനങ്ങൾക്കൊക്കെ പോകുമ്പോ ജാഥയായി ആറ്റിപ്പോയി സ്നാനം കഴിപ്പിക്കുന്നു, പാട്ടുപാടി തമ്പേറുമൊക്കെ അടിച്ചേ പോകുന്നൊരു കാലം. ഞാൻ ഹൈസ്കൂൾ പാസ്സായിട്ട് ഇങ്ങോട്ട് വന്നേ ഉള്ളൂ. എന്റെ സഭയിൽ സ്നാനത്തിന് പോകുമ്പോൾ മുമ്പിൽ നിന്ന് പാട്ട് പാടി കൊടുക്കുകയും ആളുകളെ ലീഡ് ചെയ്യുന്നത് ഞാനാണ്. ആരും പ്രത്യേകിച്ച് നിയമിച്ചൊന്നുമല്ല. അങ്ങ് തുടങ്ങി. ജനം അതിനെ അംഗീകരിച്ചു, പാസ്റ്റർ അതിനെ അംഗീകരിച്ചു. അല്ലാതെ എന്നെ പിടിച്ചൊരു സ്ഥാനം തന്നിട്ട് നീ ഇത് ചെയ്യൂ എന്ന് പറഞ്ഞ ഒരു സംഗതിയല്ല. അത് കഴിഞ്ഞു, ബൈബിൾ സ്കൂളിലൊക്കെ പഠിച്ചു. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം
യുവജനത്തിന്റെ ആ പ്രത്യേക ഭാഗത്തിന്റെ ഒരു ചുമതല എനിക്ക് കിട്ടി. അപ്പൊ ഞാൻ തുടങ്ങിയത് ലീഡർഷിപ്പ് ട്രെയിനിങ് ഒക്കെ കൊണ്ടാണ് തുടങ്ങിയത്. യുവജനങ്ങളെ വിളിക്കുക, പാസ്റ്റേഴ്സിനെ വിളിക്കുക, ലീഡർഷിപ്പ് ട്രെയിനിങ് കൊടുക്കുക. അത് വളരെ ഓർഗനൈസ്ഡ് ആയിട്ട് അതിനുള്ള പേപ്പേഴ്സ് തയ്യാറാക്കി, ഫയൽസ് തയ്യാറാക്കി അങ്ങനെയാണ് തുടങ്ങിയത്. ഇലക്ടഡ് ലീഡർഷിപ്പ് ഒക്കെ പിന്നെ വരുന്ന കാര്യങ്ങളാണ്. അപ്പൊ നേതൃത്വം എന്നത് നമ്മിൽ ഉള്ളത് അത് വെളിപ്പെട്ടു വരണം. ജനം കാണത്തക്കൊണ്ട് അത് വെളിപ്പെടണം. അല്ലാതെ സ്ഥാനം ഞാൻ കാണിച്ചു തരാം എന്ന് പറയുന്നതല്ല ആക്ച്വലി ലീഡർഷിപ്പ് എന്ന്. ഞാൻ പറഞ്ഞല്ലോ, തെരഞ്ഞെടുക്കപ്പെടുന്നവരെല്ലാം നേതാക്കന്മാരായിരിക്കണമെന്നില്ല. അവരെ നേതാവെന്ന് വിളിക്കുന്നുള്ളേ ഉള്ളൂ. അതിനോട് ചേർത്ത് ഈ പാഠം കൂടി ഞാൻ പറയട്ടെ. നേതൃത്വം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനമായിട്ടും സ്വാധീനമാണ്. ആളുകളെ കൊണ്ട് കാര്യങ്ങൾ ചെയ്യിക്കുക, അതാണ് നേതാവിന്റെ പ്രധാനപ്പെട്ട ജോലി. വെൽ, ഗെറ്റ് തിങ്സ് ഡൺ, അതാണ് നേതാവിന് ചെയ്യാനുള്ള കാര്യം. ഗെറ്റ് തിങ്സ് ഡൺ, കാര്യങ്ങൾ ചെയ്ത് കിട്ടണം. നമ്മൾ തന്നെ എല്ലാം ഓടി നടന്ന് ചെയ്യുന്ന ഒരാളല്ല ലീഡർ. ഒരു ലീഡറുടെ ജോലി എല്ലാം തനിയെ ചെയ്യുക എന്നുള്ളതല്ല. ലീഡറൊന്നും ചെയ്യരുതെന്നല്ല, ലീഡർ എല്ലാ കാര്യവും ചെയ്യാൻ പരിശീലിച്ച ആളായിരിക്കണം, അതിന് തയ്യാറുള്ളതായിരിക്കണം, മനസ്സുള്ള ആളായിരിക്കണം. പക്ഷെ താനല്ല എല്ലാം ചെയ്യേണ്ടത്. ലീഡർ ഈസ് വൺ ഹു ലീഡ്സ്. നയിക്കുന്ന ആളാണ്. തന്റെ പുറകിൽ ആള് കാണണം. അസൽ ലീഡറിന്റെ പുറകിൽ ആള് കാണും. ഇത് കാശ് കൊടുത്തൊന്നും ആളെ പുറകെ കൊണ്ടുപോകുന്ന സംഗതിയല്ല ഞാൻ ഈ പറയുന്നത്. തങ്ങളെക്കാൾ ശക്തരായ ആളുകളെ പിൻപറ്റുക എന്നുള്ളത് മനുഷ്യന്റെ സ്വഭാവമാണ്. കൂടുതൽ ശക്തന്മാരെ, സ്വല്പ ഡിഫറൻസിനാളെ പിൻപറ്റണമെന്നില്ല, കൂടുതൽ ശക്തന്മാരെ ആളുകൾ പിൻപറ്റും. അപ്പൊ അത് ആളുകളെ സ്വാധീനിക്കാനുള്ള അവരുടെ കഴിവാണ്. സ്വാധീനത്തിന് സ്ഥാനം ഒരു പരിധി വരെ സഹായിക്കും. എന്നാൽ സ്ഥാനം കൊണ്ട് ഉള്ള സ്വാധീനം കൂടെ പോയി എത്ര മനുഷ്യരുണ്ടെന്നറിയാമോ? ഒരാളെ എങ്ങനെയും ഒരു സ്ഥാനത്ത് പിടിച്ചു. പക്ഷെ ജനത്തെ കൊണ്ടുപോകാൻ കഴിവില്ലാതെ, ഒരു കാര്യവും ചെയ്യാൻ പ്രാപ്തിയില്ലാതെ ഉള്ളവരെയും കൂടെ പിണക്കി പറഞ്ഞു വിടുന്ന നേതാക്കന്മാരും. അപ്പൊ അവരെ നേതാവെന്ന് വിളിക്കാൻ പറ്റില്ല. ഇവിടെ മുഖവരയിൽ തന്നെ ഇതിന് UPFന്റെ പ്രസിഡന്റ് പറഞ്ഞതായി ഞാൻ ശ്രദ്ധിച്ചു. സ്വാധീനമാണ് ലീഡർഷിപ്പ്. വെരി ട്രൂ. സ്വാധീനമാണ് ലീഡർഷിപ്പ്, നേതൃത്വം. അപ്പൊ ആളുകളെ സ്വാധീനിക്കുക എന്നുള്ളത്, സ്വാധീനിച്ച ഏതെങ്കിലും കുതന്ത്രങ്ങൾ ഉപയോഗിച്ച ആളുകളെ സ്വാധീനിക്കുന്നതിൽ അവരുടെ ജീവിതം കൊണ്ട്, അവരുടെ സ്വഭാവം കൊണ്ട്, അവരുടെ കഴിവുകൊണ്ട് ആളുകളെ സ്വാധീനിക്കുന്ന ഒരു കാര്യമാണ് നേതൃത്വം. നേതൃത്വം വാസ്തവത്തിൽ എന്തല്ല, നേതൃത്വം എന്താണ്? ആളുകൾക്ക് പൊതുവെ നേതൃത്വത്തെക്കുറിച്ച് പലവിധ ധാരണകളാണ്. പലതും തെറ്റായ ധാരണയാണ്. നേതൃത്വം എന്തല്ല? നേതൃത്വത്തെക്കുറിച്ചുള്ള ചില മിത്ത്, ചില ധാരണകൾ ആളുകൾക്കുള്ളത്. ഒന്ന്, ദി മാനേജ്മെന്റ് മിത്ത് എന്ന് പറയും. പൊതുവെ നമുക്കൊരു വാക്കറിയാം, മാനേജർ എന്ന വാക്ക് നമുക്കറിയാം. മാനേജർ എന്ന് പറയുമ്പോൾ ഒരു പ്രസ്ഥാനം, ഒരു കമ്പനി, ഒരു സമൂഹം, അത് നടത്തിക്കൊണ്ടുപോകുന്ന ജോലിയാണ് അദ്ദേഹത്തിനുള്ളത്. മാനേജ് ചെയ്യുന്ന ജോലിയാണുള്ളത്. അപ്പൊ ഉള്ള കാര്യം മുമ്പോട്ട് കൊണ്ടുപോവുക, അത് പുലർത്തിക്കൊണ്ടുപോവുക, അതാണ് മാനേജറുടെ ജോലി. എന്നാൽ ലീഡർ അതല്ല. മാനേജറും ലീഡറും ഒന്നല്ല. ഞാൻ പറഞ്ഞ മാനേജർക്ക് ഉള്ള കാര്യം നടത്തിക്കൊണ്ടുപോവുക. ഒരു സഭയുണ്ട്, അതിന് ഇത്ര യോഗങ്ങൾ ഒരാഴ്ചയിലുണ്ട്, ഇന്ന പരിപാടികൾ സഭയിൽ നടന്നു വരുന്നു. അപ്പൊ ആ കാര്യങ്ങൾ നടത്തിക്കൊണ്ടു പോകാൻ ഒരു പാസ്റ്റർ വന്ന് നടത്തിക്കൊണ്ടു പോകുന്ന ആളിനെ ലീഡർ എന്ന് പറയാൻ പറ്റില്ല.
നടന്നിരിക്കുന്ന കാര്യം, നടന്നുകൊണ്ടേ ഇരിക്കുന്ന കാര്യങ്ങൾ അദ്ദേഹം നടത്തിക്കൊണ്ടുപോകുന്നു. ഈസ് എ മാനേജർ, അത്രയേ ഉള്ളൂ. മാനേജ് ചെയ്യുന്ന കാര്യം. ഒരു വലിയ അമേരിക്കൻ കമ്പനിയുടെ അതിന്റെ സിഇഒ ഇതിനെ സംബന്ധിച്ച് പറഞ്ഞൊരു പ്രയോഗമുണ്ട്. ഒരു കൊച്ചുകുട്ടി, ചീര കൊച്ചുകുട്ടിയല്ല, ഒരു ബാലൻ, ഒരു വലിയ പട്ടിയെ ചങ്ങലയെ പിടിച്ചോണ്ട് പോവാ. അപ്പൊ ചില സ്ഥലത്ത് വരുമ്പോ ഒരു സിഗ്നൽ വരുന്നു, പട്ടി അവിടെ നിൽക്കുന്നു. ഇത് നല്ല ആരോഗ്യമുള്ള പട്ടിയാണ്. ഈ കുട്ടിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഈ പട്ടിക്ക് എവിടെ പോകണോ അതിനെ കൊണ്ടുപോവുക. ഇതേ അയാൾക്ക് ചെയ്യാൻ പറ്റും. അല്ലാതെ ഇയാൾ ഉദ്ദേശിക്കുന്നിടത്ത് പട്ടിയെ കൊണ്ടുപോകാൻ പറ്റില്ല. കാരണം പട്ടി മുട്ടൻ പട്ടിയാണ്, ഇയാൾ അതിനൊക്കെ ആളല്ല. അപ്പൊ അവർക്ക് അവത്തിന് പോകേണ്ടിടത്ത് കൊണ്ടുപോകുന്ന ആളിനെ അതിനാണ് മാനേജർ എന്ന് പറയുന്നത്, മാനേജ് ചെയ്യുന്നത്. ചില ആളുകളെ ചില സഭയിൽ നേതാക്കന്മാരായിട്ട് പാസ്റ്റർമാരായിട്ട് പോയി പറയും, അയ്യോ എൻ്റെ പൊന്നു സാറേ അവിടെ ഒന്നും നടക്കില്ല, അവർ പറയുന്ന പോലെ പോവുള്ളൂ. അപ്പോൾ അതിന്റെ അർത്ഥം ആ ജനത്തെ കൊണ്ടുപോകാനുള്ള പ്രാപ്തി ഈ പാസ്റ്റർക്കില്ല. കാരണം അവര് പറയുന്നത് പോലെ കാര്യങ്ങൾ നടത്തി കൊടുക്കുക, അവര് പറയുന്നത് പോലെ പോവുക. അപ്പൊ ആദ്യം ഇദ്ദേഹം വാസ്തവത്തിൽ നേതാവാണോ അതോ ഫോളോവറാണോ? ആലോചിച്ചോ. ഇദ്ദേഹം ഇല്ലാതെ തന്നെ അവർക്ക് അത് നടത്താൻ കഴിയും. കാരണം അവർക്കറിയാം എവിടെ പോണോ എന്ത് ചെയ്യണോ. അപ്പൊ അതിന് അധ്യക്ഷനായിരിക്കുന്ന ഒരാളിനെ ലീഡർ എന്ന് പറയാൻ പറ്റില്ല. ലീഡർ ഈസ് വൺ ഹു ലീഡ്സ് ദ പീപ്പിൾ ടു എ ഡെസ്റ്റിനേഷൻ. ദൈവം ഉദ്ദേശിക്കുന്ന ഡെസ്റ്റിനേഷനിലേക്ക്, ലക്ഷ്യസ്ഥാനത്തേക്ക് ആളുകളെ കൊണ്ടെത്തിക്കുന്ന ഒരാളാണ് ലീഡർ. അതിന്റെ വളരെ പ്രത്യക്ഷമായ അടയാളമാണ് പോസിറ്റീവ് ചേഞ്ചസ്. സാധകാത്മകമായ വ്യത്യാസം വരുത്താൻ ലീഡേഴ്സ് എപ്പോഴും തയ്യാറായിരിക്കും. കാരണം ഇപ്പോ ഓരോ മണ്ഡലത്തിൽ ആളുകളെ കൊണ്ടെത്തിക്കണമെങ്കിൽ നേരത്തെ പോകുന്നിടത്തേക്ക് പോയാൽ അത് അവർക്ക് പ്രത്യേകിച്ച് എത്തുന്നില്ലല്ലോ. അപ്പൊ ദൈവത്തിന്റെ മനസ്സിലിരിക്കുന്ന സ്ഥാനത്തേക്ക് സഭ എത്തേണ്ട വളർച്ചയിലേക്ക്, അതിന്റെ സ്വഭാവ വൈശിഷ്ട്യത്തിലേക്ക് സഭയിൽ മാറ്റങ്ങൾ വരുത്തിയെങ്കിലേ അവിടെ ചെന്നെത്താൻ പറ്റൂ. അപ്പൊ അതിന് ലീഡർഷിപ്പാണ് വേണ്ടത്. എനിക്ക് വളരെ വ്യക്തമായി അറിയാവുന്ന ഒരു സംഭവം, ഒരു സഭ, പ്രായമുള്ള ഒരു മനുഷ്യൻ, ഒരു സീനിയർ പാസ്റ്റർ ഇരിക്കുന്ന സഭ, അദ്ദേഹം വിദേശത്തേക്ക് സ്വല്പസമയത്തേക്കൊന്ന് പോയപ്പോ ഒരു ചെറുപ്പക്കാരനെ അവിടെ ഇന്ററിം പാസ്റ്ററായിട്ട് നിയമിച്ചിട്ട് പോയി. വളരെ ചെറുപ്പക്കാരൻ, പുതിയ ആൾ, സഭ പഴയ സഭ. സഭയുടെ ആത്മീയ നില വളരെ തണുത്ത ആത്മീയ നിലയാണ്. ഇദ്ദേഹം പ്രഗത്ഭനാണ്, പാസ്റ്റർ, മിടുക്കനാണ്, പ്രസംഗത്തിനൊക്കെ കഴിവൊക്കെ എടുക്കുക. പക്ഷെ സഭ വളരെ തണുപ്പനാണെന്ന് മാത്രമല്ല, ആമ്പിള്ളേര് ബഹുഭൂരിപക്ഷം പേര് പള്ളി കയറുകയില്ല. അവർ വരില്ല, ഒരു യോഗത്തിനും വരില്ല, സഭായോഗത്തിനും വരില്ല. കുറച്ച് പെമ്പിള്ളേർ മാത്രം വരും. പിന്നെ കുറെ മുതിർന്നവർ, ഇങ്ങനെ കുറെ പേര് വരും. ഒരെണ്ണം പള്ളി കയറാത്ത, ആമ്പിള്ളേർ ഒരെണ്ണം പള്ളി കയറാത്തൊരു കാലം. അപ്പൊ ഈ പുതിയ ശുശ്രൂഷകൻ, പുതിയ ആൾ, ടെമ്പററി അങ്ങോട്ട് ചെന്ന് പ്രാർത്ഥന, ദൈവനിയോഗം, ദൂതുകൾ ദിവസവും ദൈവത്തിനെ പ്രാപിച്ച് പ്രസംഗിക്കാൻ പോകുന്നു. വൈകിട്ട് ഒരു ഇവാഞ്ചലിസ്റ്റിക് സർവീസ് തുടങ്ങി. സഭയിൽ യോഗത്തിന് ആളുകൾ, നമ്മുടെ പള്ളിയിലൊക്കെ ആളുകൾ വരുന്ന കണ്ടിട്ടില്ല, ഇതിൽ അതിനേക്കാൾ അലസമായ ഒരു പള്ളി. 10 മണിക്ക് യോഗം എന്ന് പറഞ്ഞാൽ 11 മണിക്ക് വരും, 11:15 വരും. അതിൽ ഒരു കൊച്ചമ്മയാണെങ്കിൽ വരുന്ന വഴിക്ക് കുട അങ്ങോട്ട് വെച്ച് മച്ചി നിന്നോണ്ട് തന്നെ സാക്ഷി പറയും. ആ സമയത്തേക്ക് കൊച്ചമ്മ വരത്തുള്ളൂ. നല്ല കൊച്ചമ്മയാണ് കേട്ടോ, ആത്മീയായ കൊച്ചമ്മയാണ്. പക്ഷെ ആ കൊച്ചമ്മ യോഗത്തിലപ്പോഴേ വരും. ഇങ്ങനെയുള്ളൊരു സഭ. ഈ ഏറ്റെടുത്ത ആൾ 10 മണി എന്ന് പറഞ്ഞാൽ 10 ആണ്, 10 ഒന്നല്ല, അത്രയ്ക്ക് നിർബന്ധക്കാരൻ, കർശനക്കാരൻ. ആളുകളോട് പറഞ്ഞു, സഹോദരന്മാരെ, സഹോദരിമാരെ, പ്രിയപ്പെട്ട അപ്പച്ചന്മാരെ, അമ്മച്ചിമാരെ, യോഗം സമയത്ത് നമുക്ക് തുടങ്ങണം.
നിങ്ങൾ ദയവായി 10 മണിക്ക് വരണം. ഇതൊക്കെ പറഞ്ഞ് എവിടെ കേൾക്കാൻ? അവരവരുടെ സമയത്തേ വരുള്ളൂ. ഈ ആളിന് ആളുകളുടെ പിണങ്ങുന്ന ഇഷ്ടമല്ല, വഴക്ക് പറയുന്ന ഇഷ്ടമല്ല. കാരണം വഴക്ക് പറഞ്ഞ് വെച്ച് യോഗം നടത്തിയാൽ പിന്നെ അകത്തിരിക്കുന്ന സ്പിരിറ്റ് ശരിയാവത്തില്ല, പിന്നെ ദേഷ്യത്തിലല്ലേ ചെയ്യുന്നത്. അതുകൊണ്ട് ഇദ്ദേഹം ചെയ്ത കാര്യം 1-2 ആഴ്ച നോക്കിയ പക്ഷെ രക്ഷയില്ല. ഇദ്ദേഹം ചെയ്തത് വരുന്ന 10 മണിയാകുമ്പോൾ ഇദ്ദേഹം പ്രാർത്ഥിച്ചങ്ങ് തുടങ്ങും. ചിലപ്പോൾ ഒരു പാട്ടുപാടി അങ്ങ് തുടങ്ങും. എന്നിട്ട് സങ്കീർത്തനം വായിക്കണമല്ലോ. അതുകൊണ്ട് ചിലപ്പോൾ ഒരു പാട്ട് പാടിപ്പിച്ച് സങ്കീർത്തനം വായിക്കും. ആളുകൾ ഒത്തിരി പേര് വന്നിട്ടില്ല, കുറച്ച് പേരുണ്ട്. അവർക്ക് സാക്ഷ്യത്തിന് സമയം കൊടുക്കും. അപ്പൊ ആളുകൾ സാക്ഷ്യം പറയും. ഈ താമസിച്ചു വരുന്ന ആളുകളും വരുന്ന വഴിക്കുന്ന സാക്ഷി പറഞ്ഞു. ഇദ്ദേഹം വഴക്കൊന്നും പറയാൻ പോവില്ല. സാക്ഷി കഴിയുമ്പോൾ അവരോട് പറയും, നിങ്ങളെല്ലാം ഇപ്പോഴാ വന്ന്, ഇനി നമുക്ക് ഒന്നിച്ച് ദൈവത്തെ ഒന്ന് ആരാധിക്കാം. അങ്ങനെ ഒന്നിച്ച് ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങി. ജനം ഒന്നിച്ച് ആരാധിക്കാൻ തുടങ്ങി. ആത്മീയ ശുശ്രൂഷ അനുഭവിക്കാൻ തുടങ്ങി. സഭയുടെ അന്തരീക്ഷം മാറി, ആത്മചൈതന്യം ഉണ്ടായി. ചെറുപ്പക്കാർക്ക് വേണ്ടി ഇദ്ദേഹം ഒരു പ്രത്യേക യോഗം നടത്തി. ഓരോ കുട്ടിക്കും കത്തയച്ചു. ഇന്നത്തെ കാലമല്ല, പണ്ടത്തെ കാലമാണ്. ഒരു വീട്ടിൽ 3 പിള്ളേരുണ്ടെങ്കിൽ 3 പിള്ളേർക്ക് വേറെ വേറെ കത്ത് ഈ പുതിയ പാസ്റ്ററുടെ വകയായിട്ട് ഈ മീറ്റിങ്ങിന് വരണമെന്ന് പറഞ്ഞു. വലിയ വലിയ അഡ്വർടൈസ്മെന്റ്, പഠിക്കാത്ത വലിയ പ്രവൃത്തി ചെയ്യും. ഇങ്ങനെ ഒരുപാട് പരസ്യങ്ങൾ ചെയ്തു. വെറുതെ അല്ല, വെൽ പ്രിപ്പയർഡ്. ദിവസം വന്നു. മാതാപിതാക്കൾ പറഞ്ഞു, നിങ്ങൾ ആരും ഇവിടെ വരരുത്, മക്കളെ എല്ലാവരെയും പറഞ്ഞു വിടണം, ഉച്ചയ്ക്ക് ഊണും കൊടുത്തു വിടണം. അവരാരെങ്കിലും ഊണ് കൊണ്ടുവരില്ലെങ്കിൽ നിങ്ങൾ ഉച്ചയ്ക്ക് ഊണ് ഇവിടെ എത്തിക്കണം. ഒരു ദിവസത്തെ പ്ലാനിങ്. യോഗം വളരെ നന്നായി പ്ലാൻ ചെയ്തു. പ്രവാചകരെ വിളിച്ചിരുന്നു, കാത്തിരിപ്പുകാരെ വിളിച്ചിരുന്നു. കുട്ടികൾ മാനസാന്തരപ്പെട്ടു, ആത്മസ്നാനം പ്രാപിച്ചു. എല്ലാ ചെറുപ്പക്കാരും. ഒരു വീട്ടിൽ അമ്മ വിശ്വാസി, മകൻ അക്രൈസ്തവൻ. അവന് കത്തയച്ചിരുന്നു. അവനും വന്ന് യോഗത്തിൽ. വൈകിട്ട് വരെ യോഗം നടന്നു. ഈ ഒരാൾ ഒഴികെ ബാക്കിയുള്ളവരെല്ലാം കർത്താവിന് മുമ്പാകെ സമർപ്പിച്ച് ആത്മശക്തി പ്രാപിച്ചു. ഇയാൾ വഴങ്ങിയില്ല. കാരണം താൻ അങ്ങനെ ഒരു ക്രിസ്തീയ പശ്ചാത്തലമുണ്ട്, പക്ഷെ താൻ ഒരു വിശ്വാസം എത്തുന്നിട്ടില്ല. പിറ്റേന്ന് രാവിലെ ഈ പാസ്റ്ററുടെ വാതിൽക്കൽ ചെന്ന് മുട്ടി. അത് രാവിലെ, ഞായറാഴ്ചയാണ് പിറ്റേത്. എന്നിട്ട് പറഞ്ഞു, പാസ്റ്റർ, ഇന്നലെ ഞാൻ വന്നു, എനിക്ക് രക്ഷിക്കപ്പെടാൻ പറ്റിയില്ല, എനിക്ക് രക്ഷിക്കപ്പെടണം. വീട്ടിൽ കയറ്റി മാനസാന്തര വാചകം പറഞ്ഞു കൊടുത്തു. യേശുവിനെ രക്ഷകനായി കൈക്കൊണ്ടു കൂട്ടിക്കൊണ്ട് സഭായോഗത്തിൽ പോയി. സഭയിലെ 3 ചെറുപ്പക്കാരും ആമ്പിളരും പള്ളി കയറാൻ തുടങ്ങി. ഒരു പ്രായമുള്ള പിതാവ് പറഞ്ഞു, ഇയാളിപ്പോ ഇവിടെ ഇങ്ങനെ വലിയ പുതിയ കാര്യങ്ങളൊന്നും ചെയ്യുന്നു വേണ്ട, അത് വീട്ടിൽ ഇരുന്നുകൊണ്ടാണ് പറഞ്ഞത്. ചേഞ്ച് എല്ലാവരും ഇഷ്ടപ്പെട്ടൊന്നും വരില്ല, പക്ഷെ ചേഞ്ച് വരുത്തിയെങ്കിലേ എത്തേണ്ട സ്ഥാനത്തെ കൊണ്ടെത്തിക്കാൻ പറ്റുള്ളൂ. അത് സഭയിൽ മുതിർന്നവരുണ്ടാവാം, പ്രഗത്ഭരുണ്ടായിരിക്കാം. പക്ഷെ അതിന്റെ നടുവിൽ ഈ മനുഷ്യൻ ലീഡറാണെന്ന് അവർക്ക് ബോധ്യപ്പെടണം. ഇദ്ദേഹം ദൈവം നിയമിച്ച ആളാണെന്ന് ബോധ്യപ്പെടണം. ഇദ്ദേഹം വിശ്വസ്തനാണെന്ന് ബോധ്യപ്പെടണം. ഇത് ചെയ്യാനുള്ള കഴിവ് അദ്ദേഹത്തിനുണ്ടെന്ന് ക്രമേണ ബോധ്യപ്പെടണം. അങ്ങനെ വരുമ്പോ ട്രസ്റ്റ് ഉണ്ടാവും, വിശ്വാസം ഉണ്ടാവും. ആകയാൽ ചേഞ്ച് വന്ന ഉടനെ എതിർക്കുന്നൊരു മണ്ഡലം അല്ല പിന്നുണ്ടാവുന്നത്. നല്ലൊരു പങ്കാളുകൾക്കും ചേഞ്ച് വരുത്താൻ, വ്യത്യാസങ്ങൾ വരുത്താൻ തയ്യാറല്ല. കാരണം വ്യത്യാസം വരുത്തുമ്പോൾ എതിർപ്പുണ്ടാവും. പക്ഷെ നന്മയ്ക്കാണ് ആ വ്യത്യാസം ഇദ്ദേഹം വരുത്തുന്നെന്ന ബോധം ജനത്തിൽ സ്ഥാപിക്കാൻ ആദ്യം കഴിഞ്ഞിട്ട് ഈ വ്യത്യാസം വരുത്തിയാൽ ജനം അതിനെ അംഗീകരിക്കും എന്നാണ് ഇത്രയും കാലം ഞാൻ കണ്ട പ്രായോഗിക സത്യം. ധാരാളം ചേഞ്ചസ് ചെയ്യാൻ വരുത്തിയിട്ടുണ്ട് സമൂഹത്തിൽ. എതിർപ്പല്ല ഞാൻ കണ്ടിട്ടുള്ളത്. വെറും രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും എതിർപ്പ് പറയുന്ന ആളുണ്ടാവാം. പക്ഷെ സമൂഹത്തെ ഞാൻ കണ്ടിട്ടുള്ളത് മേജർ ചേഞ്ചസിന് പോലും ജനം നിൽക്കും. കാരണം ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് ഓൺ ദ ലീഡർഷിപ്പ്, ഓൺ ദ ലീഡർഷിപ്പ് എബിലിറ്റി. നിങ്ങൾക്കത് കഴിയുമെന്ന്, നിങ്ങളുടെ ഉദ്ദേശം ശുദ്ധമാണെന്ന്, അവിടെ കൊണ്ടെത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന് ജനത്തിന് ബോധ്യമുണ്ടെങ്കിൽ, ഞാൻ ഒന്നുകൂടെ പറയുന്നു, ഇത് ജനത്തിന്റെ നന്മയ്ക്കാണ്, സഭയുടെ നന്മയ്ക്കാണ്, ദൈവ നിയമിതമാണെന്ന് ബോധ്യമാണെങ്കിൽ
ആ വ്യത്യാസത്തിന് ജനം നിൽക്കും. മാനേജർക്ക് അത് ചെയ്യാൻ പറ്റില്ല. ലീഡർഷിപ്പ് ഈസ് ലീഡിങ്. ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് മാനേജ്മെന്റ്. ആകയാൽ ദൈവസഭയ്ക്ക് മറ്റ് പല തത്വങ്ങളും ഉണ്ടെങ്കിലും സമയം ആയി എന്നുള്ളത് കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ നിർത്തണം. ആ ലീഡർഷിപ്പ് മണ്ഡലത്തിൽ പോകാൻ നമുക്ക് പരിശീലനം വേണം. നമ്മൾ വളരാൻ തയ്യാറാവണം. നിങ്ങൾക്ക് ആർക്കും വളരാം. അപ്പൊ ഇതിനെ സംബന്ധിച്ച് കൂടുതൽ ആളുകൾ പഠിക്കണം, പരിശീലിക്കാൻ തയ്യാറാകണം, നല്ല ലീഡേഴ്സിനെ കണ്ടുപഠിക്കാൻ തയ്യാറാകണം. ലീഡർഷിപ്പിന്റെ തത്വങ്ങൾ മനസ്സിലാക്കണം, നല്ല ലീഡേഴ്സിനെ കണ്ടുപഠിക്കണം, ചോദിച്ചറിയണം. അങ്ങനെ നമ്മുടെ കഴിവുകൾ വികസിപ്പിച്ച് ആളുകളെ ലീഡ് ചെയ്യുന്ന ഒരു മണ്ഡലത്തിലേക്ക് നമ്മൾ എത്തണം. യേശുക്രിസ്തു ഉദ്ദേശിക്കുന്ന ലീഡർഷിപ്പ് മണ്ഡലത്തിലേക്ക് ആളുകളെ കൊണ്ടെത്തിച്ച് ദൈവസഭ പണിയാൻ. ഞാൻ പറഞ്ഞല്ലോ, ഓരോ ഡിപ്പാർട്ട്മെന്റുകളിലും, അത് യൂത്ത് ഡിപ്പാർട്ട്മെന്റ് ആകട്ടെ, സൺഡേ സ്കൂൾ ഡിപ്പാർട്ട്മെന്റ് ആകട്ടെ, വിമൻസ് ഡിപ്പാർട്ട്മെന്റ് ആകട്ടെ, എനി ഡിപ്പാർട്ട്മെന്റ്, അങ്ങനെ ഒരു മണ്ഡലത്തിലേക്ക് കൊണ്ടെത്തിക്കുക. പാസ്റ്റേഴ്സിന് ആ മണ്ഡലത്തിൽ കൊണ്ടെത്തിക്കുക. സംഘടനാ നേതാക്കന്മാർക്ക് ദൈവം ഉദ്ദേശിക്കുന്ന തരത്തിലേക്ക് സംഘടന എത്തിക്കാൻ, അതിലെ തെറ്റുകൾ തിരുത്തി അതിനെ നേരെയാക്കി ദൈവം ഉദ്ദേശിക്കുന്ന ഇടത്തെ കൊണ്ടെത്തിക്കാൻ നെഹമ്യാവിനെ പോലെ. അതിന് ധൈര്യം വേണം, അതിന് ദൈവകൃപ വേണം. ഇതൊരു ദൈവിക വിളിയാണ്. അല്ല, എനിക്ക് നേതൃത്വം വേണമെന്ന് പറയുന്ന ആ മണ്ഡലം അല്ലിത്. This is a calling, this is an election, and this is a placement by God himself. ഇതിന് വേണ്ട കൃപ തരുന്നതും ദൈവമാണ്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ലീഡർഷിപ്പ് എബിലിറ്റീസ് വളർത്തുവാനായി ഒരു പരിശ്രമത്തിലേക്ക് പോകണം. നമ്മുടെ കഴിവുകൾ വികസിക്കണം. സഭയുടെ ലീഡർഷിപ്പ് ക്രൈസിസ് മാറി ആളുകൾ വികാസം പ്രാപിച്ച് പ്രാപ്തരായ നേതാക്കന്മാരായി തീരുകയും ദൈവം ഉദ്ദേശിക്കുന്ന ലക്ഷ്യം നമ്മുടെ കാലഘട്ടത്തിൽ സഭയിലൂടെ നമ്മിലൂടെ നിവർത്തിക്കപ്പെടുകയും വേണം. അതിനുവേണ്ടി നമുക്ക് ഒരുങ്ങാം. ദൈവം ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യും. ആമേൻ. നമ്മൾ കേട്ടുകൊണ്ടിരുന്ന വചനങ്ങൾക്കായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇപ്പോൾ